ഇപ്പം ഗ്രഹങ്ങളുടെ നമ്മൾ ഒരു 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 ഭാവത്തിന്റെ സബ്ലോഡല്ലേ നമ്മൾ ആദ്യം നോക്കുക. ഒരു ഭാവത്തിന്റെ സബ്ലോഡ് നോക്കുമ്പോൾ അത് അതിന്റെ ഫലം തരുന്നത് അതിന്റെ നക്ഷത്ര ലോഡാണ്, സ്റ്റാർ ലോഡാണ്. അപ്പം ആ സ്റ്റാർ ലോഡായിട്ട് വരുന്ന ഓരോ ഗ്രഹങ്ങളും അത് അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളും എല്ലാ ഗ്രഹങ്ങളും അത് എത്രത്തോളം ബലമുണ്ട് എന്നറിയാനായിട്ട് ഒരു ചെറിയൊരു ഇതാണ് ഈ ടെൻഡന്റഡ് പ്ലാനറ്റ്സും അൺടെൻഡഡ് പ്ലാനറ്റ്സും എന്ന് പറയും. എന്നുവെച്ചാൽ വാടകക്കാരനായിട്ടുള്ളതും വാടകക്കാരനല്ലാത്തതുമായ ടെൻഡന്റഡ് അൺടെൻഡഡ് പ്ലാനറ്റ്സ്. ഇപ്പം അത് പ്രധാനപ്പെട്ട ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ടെൻഡന്റഡ് പ്ലാനറ്റ്സും. അപ്പം ടെൻഡന്റഡ് പ്ലാനറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ഗ്രഹം നിൽക്കുന്ന നക്ഷത്രത്തിന്റെ അധിപനായ ഗ്രഹം മറ്റ് ഗ്രഹങ്ങളുടെ നക്ഷത്രാധിപനായി വരുന്നെങ്കിൽ ആ ഗ്രഹത്തെ ടെൻഡന്റഡ് പ്ലാനറ്റ്സ് എന്ന് പറയും. എന്നുവെച്ചാൽ ആ ഗ്രഹത്തിന്റെ നക്ഷത്രത്തിൽ വേറെയും ഗ്രഹങ്ങൾ വരും. ഉദാഹരണത്തിന് ഇപ്പം മെർക്കുറി ആണെങ്കിൽ ഒരു 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 മെർക്കുറി എടുക്കുന്നു വെച്ചോ. മെർക്കുറി എടുക്കുന്നു വെച്ചോ. മെർക്കുറിയുടെ നക്ഷത്രത്തിൽ മറ്റുള്ള ഗ്രഹങ്ങൾ വരിക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ആയില്യത്തിലും കേട്ടയിലും രേവതിയിലും മറ്റുള്ള ഗ്രഹങ്ങൾ വരെയാണെങ്കിൽ നമ്മൾ ഇതിനെ ടെൻഡന്റഡ് പ്ലാനറ്റ്സ് എന്ന് പറയും. അങ്ങനെയുള്ള ടെൻഡന്റഡ് പ്ലാനറ്റ്സിന് അതിന്റെ ഫലം തരുന്നത് അതിന്റെ നക്ഷത്രത്തിന്റെ അധിപനായിരിക്കും നോർമലി ചെയ്യുന്ന കണക്ക്. അപ്പൊ ടെൻഡന്റഡ് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തിന്റെ നക്ഷത്രത്തിൽ വേറൊരു ഗ്രഹം വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കെ പി അസ്ട്രോളജിയുടെ ഇത് വെച്ചിട്ട് ആ ഗ്രഹം എപ്പോഴും അതിന്റെ നക്ഷത്രത്തിന്റെ ഫലം തരും. അപ്പൊ വാടകക്കാരനായ എന്ന് വെച്ചാൽ ടെൻഡന്റഡ് പ്ലാനറ്റ്സ് സ്വന്തം ഫലത്തേക്കാൾ കൂടുതൽ അതിന്റെ നക്ഷത്രാധിപം തരുന്ന ഫലങ്ങളായിരിക്കും തരുന്നത്. അതേസമയം അൺടെൻഡഡ് പ്ലാനറ്റ്സ് എന്ന് പറയും. അൺടെൻഡഡ് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഗ്രഹത്തിൽ ഇപ്പം ഒരു ഗ്രഹം നിൽക്കുന്നു, ആ ഗ്രഹത്തിന്റെ നക്ഷത്രത്തിൽ വേറൊരു ഗ്രഹങ്ങളും നിൽക്കുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെർക്കുറി, ഇപ്പം മെർക്കുറിയുടെ ഗ്രഹത്തിൽ വേറെ ആരും ഒരു ഗ്രഹങ്ങളും ഇല്ല എങ്കിൽ അതിന് അൺടെൻഡഡ് പ്ലാനറ്റ്സ് എന്ന് പറയും. ആ ഗ്രഹത്തിന്റെ നക്ഷത്രത്തിൽ മറ്റു ഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കുക. ഇത്തരം ഗ്രഹങ്ങൾ വളരെ സെൽഫ് സിഗ്നിഫിക്കേഷൻ ആണ്. അപ്പൊ അതിന്റെ ആധിപത്യമുള്ള ഭാവങ്ങളെയും അത് നിൽക്കുന്ന ഭാവങ്ങൾക്ക് നേരിട്ട് ഫലം നൽകാൻ തരാൻ ഒക്കും അതിന്. അപ്പം അത് ഒരു ഗ്രഹം, അപ്പൊ അതിന് 2-3 കാര്യങ്ങൾ. ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തിന്റെ നക്ഷത്രാധിപൻ അല്ലാതിരിക്കുക, ഒരു ഗ്രഹം സ്വന്തം ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുക, ഗ്രഹങ്ങൾ തമ്മിൽ രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ നക്ഷത്ര പരിവർത്തനം, സാധാരണ രാശി പരിവർത്തനമല്ല, ഇവിടെ നക്ഷത്ര പരിവർത്തനം വരിക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗ്രഹം അതിന്റെ നക്ഷത്രമായിരിക്കത്തില്ല. അതിപ്പോ സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കാൻ അത് അതിന്റെ ഫലം തരും. അതിന്റെ നക്ഷത്രത്തിൽ വേറെ ആരും ഇല്ല എങ്കിൽ ആ ഗ്രഹം നിൽക്കുന്ന ഭാവത്തിന്റെയും ആ ഗ്രഹം സ്വന്തമായ രാശിയുടെയും സ്വന്തമായ ഭാവങ്ങളുടെയും ഫലമായിരിക്കും തരുന്നത്. ഉദാഹരണത്തിന് ഇപ്പം മെർക്കുറി തന്നെ എടുത്തോളൂ. അപ്പൊ മെർക്കുറിയുടെ തന്നെ നക്ഷത്രത്തിൽ നിൽക്കുന്നു. എന്നുവെച്ചാൽ മെർക്കുറി നിൽക്കുന്നത് ആയില്യത്തിലോ കേട്ടയിലോ അല്ലെങ്കിൽ രേവതിയിലോ ആണെങ്കിൽ മെർക്കുറി വളരെ സ്ട്രോങ് ആണ്. അല്ലെങ്കിൽ മെർക്കുറിയുടെ ആ നക്ഷത്രത്തിൽ വേറെ ഒരു ഗ്രഹങ്ങളും ഇല്ല എങ്കിൽ, വേറെന്ന് പറഞ്ഞാൽ ഇപ്പം മെർക്കുറി നിൽക്കുന്നത് മകയിരത്തിലാണെന്ന് വെക്കുക, ചൊവ്വ നിൽക്കുന്നത് ആയില്യത്തിലാണെന്ന് വെക്കുക. അപ്പം രണ്ടിന്റെയും നക്ഷത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് അൺടെൻഡഡ് പ്ലാനറ്റ്സ് എന്ന് പറയും. അപ്പൊ അത് ആ സമയത്തെല്ലാം അത് സ്വന്തമായിട്ടുള്ള ഫലമായിരിക്കും തരുന്നത്. ഇപ്പൊ രാഹു കേതുക്കളുടെ കാര്യങ്ങളിലാണെങ്കിൽ ഒരു ഭാവത്തിന്റെ സബ്ലോഡായിട്ട് വരും. അവ അൺടെൻഡ് ആയിരിക്കുകയും ചെയ്താൽ, എന്ന് വെച്ചാൽ ആ രാഹുവിൻ്റെയും കേതു ഏതെങ്കിലും ഒരു ഭാവത്തിന്റെ സബ്ലോഡായിട്ട് വന്നിട്ട് അത് അതിന്റെ നക്ഷത്രത്തിൽ വേറെ ആരും ഇല്ലെങ്കിൽ
ആ ഭാവത്തിന്റെ ഫലങ്ങൾ അത്ഭുതമായ രീതിയിൽ തരാൻ രാഹുവിന് കഴിയും. ഇപ്പൊ രാഹു കേതു പ്രതിനിധീകരിക്കുന്ന ഗ്രഹം ചൊവ്വ രാശിയിലാണ് നിൽക്കുന്നെങ്കിൽ, ചൊവ്വ അൺടെൻഡഡ് ആണെങ്കിൽ രാഹുവിന് ആ ഒരു സ്വന്തം ഫലം തരാനുള്ള ശക്തി കിട്ടും. ഇത് മനസ്സിലായോ എന്താണെന്നുള്ളത്? ആർക്കെങ്കിലും സംശയം ഉണ്ടായി ഇതിനകത്ത്? നക്ഷത്ര ലോഡിന്റെ പറയൂ ചോദിക്കൂ. ഹലോ, ആരെങ്കിലും ഒരാൾ ചോദിച്ചു ആദ്യം. സാർ ചോദിച്ചോളൂ. ചോദിച്ചോളൂ. അല്ല, തർക്കം വേണ്ട, ആരെങ്കിലും ഒരാൾക്ക് ചോദിച്ചാൽ മതി. സാർ ചോദിച്ചത് ഇത് നക്ഷത്ര ലോഡ് ലെവലിൽ നോക്കുന്നതല്ലേ, സബ് പ്ലാൻ CSL ലെവലിൽ അതെ, ഇത് അൺടെൻഡഡ് പ്ലാനറ്റ്സ് അല്ല എങ്കിൽ എന്ന് വെച്ചാൽ അതിന്റെ നക്ഷത്രത്തിൽ വേറെ ഒരു ഗ്രഹങ്ങളും ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ആ ഗ്രഹം അതിന്റെ നക്ഷത്രത്തിൽ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ ആ രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ പരിവർത്തനമായിരിക്കും. ഇപ്പൊ ഒന്ന് ചൊവ്വയുടെ നക്ഷത്രം, ചൊവ്വ മറ്റതിന്റെ നക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ പരിവർത്തനം വന്നു, രാശിക്ക് വരും നക്ഷത്ര പരിവർത്തനം വന്നു. അങ്ങനെയാണെങ്കിലും ആ ഗ്രഹത്തിന്റെ ഫലമായിരിക്കും തരുന്നത്, അല്ലാതെ നമുക്ക് അതിന്റെ നക്ഷത്രത്തിലോട്ട് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ രാഹുവിന്റെ കാര്യത്തിൽ അതുപോലെയാണ്. രാഹു ഇപ്പൊ സബ്ലോഡായിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു ഭാവത്തിന്റെ സബ്ലോഡായിട്ട് വരുന്നു. അപ്പൊ അതിന്റെ ആ രാഹു പ്രതിനിധീകരിക്കുന്ന ഗ്രഹം അത് ചിലപ്പം അതിന്റെ നക്ഷത്രത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ രാശിയിലോടായിരിക്കാം, അല്ലെങ്കിൽ അതിനെ നോക്കുന്ന ഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ കൺജാഞ്ചിരിക്കും. അപ്പം രാഹു പ്രതിനിധീകരിക്കുന്ന ഗ്രഹം അൺടെൻഡഡ് ആണെങ്കിൽ ആ രാഹുവിന് സ്വന്തമായിട്ട് ഫലം തരാനുള്ള ശക്തി ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പ്ലാനറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ പ്ലാനറ്റിന്റെ നക്ഷത്ര ലോഡിൽ അത് ഞാൻ ആ ചാർട്ട് പറഞ്ഞുതരാം. ചാർട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു നിയമം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അല്ലല്ല ഉണ്ട്. താഴോട്ട് വരുമ്പോ വരും. താഴോട്ട് വരുമ്പോ വേറൊരാൾ ആരാ ചോദിച്ചേ? ഞാനാണ് ചോദിച്ചത്, റോഷനാണ്. ഞാൻ ചോദിച്ചത് രാഹു കേതുവിന്റെ ഇതില് ചെറിയൊരു ഡൗട്ട് വന്നു, അതാണ്. അതായത് രാഹു കേതു ഒരു ഭാവത്തിന്റെ സബ്ലോഡ് ആയിട്ട് വരണം, ഏതെങ്കിലും ഒരു ഗ്രഹം എടുത്തിട്ട് ആ ഗ്രഹത്തിന്റെ സബ്ലോഡ് ആയിട്ട് വരണം. അതെ, ഇപ്പൊ എല്ലാം നമ്മളിപ്പം ഏത് ഭാവത്തിന്റെ സബ്ലോഡ് എടുത്താൽ ആ സബ്ലോഡിന്റെ ഫലം തരുന്നത് അതിന്റെ നക്ഷത്ര ലോഡാണ് അല്ലേ? നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏതൊരു ഭാവത്തിന്റെ സബ്ലോഡ് അത് ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നോ ആ നക്ഷത്രത്തിന്റെ ഫലമായിരിക്കും, ആ നക്ഷത്രത്തിന്റെ അധിപന്റെ ഫലമായിരിക്കും ആ സബ്ലോഡ് തരുന്നത് അല്ലേ? അതേ സമയത്ത് അത് അൺടെൻഡഡ് ആണെങ്കിൽ, അൺടെൻഡഡ് എന്ന് വെച്ചാൽ ആ ഗ്രഹത്തിന്റെ നക്ഷത്രത്തിൽ വേറെ ഗ്രഹം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ആ ഗ്രഹത്തിന്റെ ആ ഗ്രഹം സ്വന്തമായിട്ടുള്ള നക്ഷത്രത്തിൽ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ പരിവർത്തനം ചെയ്യുക. ആ കേസ് വരുമ്പോൾ നമ്മൾ ആ സ്റ്റാർ ലോഡ് നോക്കേണ്ടി വരണ്ട, ആ സബ് ലോഡ് തന്നെ നോക്കിയാൽ മതി. ഞാൻ എക്സാമ്പിൾ തരാം. ഇവിടെ ഓരോ ഗ്രഹങ്ങളാണ്. അപ്പം അതിന്റെ നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെൻഡന്റ് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൽ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഒരു ഭാവം നോക്കിയാൽ ഇവിടെ നക്ഷത്രാധിപന്മാര് നോക്കുക. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് സൂര്യൻ എടുക്കാം. സൂര്യൻ നോക്കി, ഇവിടെ സൂര്യൻ നിൽക്കുന്നത് രവി നിൽക്കുന്നത് കേതുവിലാണ്. അപ്പൊ രവി വേറൊരു ഗ്രഹത്തിന്റെ നക്ഷത്ര ലോഡാണ്. അപ്പം അതിന്റെ നമ്മൾ ആ നക്ഷത്ര ലോഡ് തന്നെയായിരിക്കും ആ ഫലം തരുന്നത്. അപ്പൊ രവി അതിന്റെ രവി നിൽക്കുന്നത് കേതുവിന്റെ നക്ഷത്ര ലോഡാണ്. അപ്പം അത് ടെൻഡന്റ് എന്ന് വെച്ചാൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ശിഖിയെ, കേതുവിനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ചന്ദ്രൻ നോക്കിയേ, ഇവിടെ ചന്ദ്രൻ ഇല്ല. അപ്പൊ ചന്ദ്രൻ ഇവിടെ ഇല്ലാത്തതെന്ന് വെച്ചാൽ, ചന്ദ്രൻ എന്ന് പറയുന്നത് അത് സ്വന്തമായിട്ടുള്ള ഫലം തരും എന്നുള്ളതാണ്. ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നത് സർപ്പനാണ്. നമ്മളിപ്പോൾ ഒരു ഗ്രഹത്തിന്റെ
ഭാവത്തിൻ്റെ സബ്ലോഡായിട്ട് വരുന്നെങ്കിൽ നമുക്കിവിടെ ഈ സ്റ്റാർ ലോഡ് തരുന്നതിൽ കൂടുതൽ ഫലം ചന്ദ്രൻ്റെ സ്വന്തമായിട്ടുള്ള 4ഉം 7ഉം ഭാവത്തിൻ്റെ ഫലം തരും. ചന്ദ്രൻ ഇതിനകത്ത് ഈ ഒരു നിൽക്കുന്നത് 4ഉം 7ഉം ഭാവത്തിൻ്റെ ഫലം തരും. അതേസമയം ചന്ദ്രൻ അത് കഴിഞ്ഞ് കുജൻ നോക്കിയേ, കുജൻ നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലാണ്. അപ്പം കുജനും അൺടെൻഡഡ് അല്ല. അത് കഴിഞ്ഞ് അടുത്ത് ബുധൻ നോക്കിയേ, ഇവിടെ ബുധൻ ഇല്ല, ബുധൻ ഇവിടെ ഇല്ല. അപ്പം ബുധൻ തരുന്നത് ബുധൻ്റെ സ്വന്തം ബുധൻ 11, 3, 6 ബുധൻ്റെ ഇത് തരുന്നത്. 11ാം ഭാവത്തിൽ നിൽക്കുന്നു, 3, 6 ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പം 11, 3, 6 ഫലം ബുധൻ തരും, നേരിട്ട് തരും. പിന്നുള്ളത് ബുധൻ കഴിഞ്ഞാൽ ഗുരു. ചോദിച്ചോളൂ. അതായത് കുജന്റെ നക്ഷത്രാധിപൻ ശനിയാണ്, ബുധന്റെ നക്ഷത്രാധിപൻ ശനിയാണ് അല്ലേ? നോക്കട്ടെ, കുജന്റെ നക്ഷത്രാധിപൻ ശനിയാണ്. പിന്നെ പറയൂ. ബുധന്റെ നക്ഷത്ര അല്ലല്ല, ആ സ്റ്റേജ് വന്നില്ലേ. ഞാൻ വരട്ടെ. ഞാനിപ്പോ ആദ്യം ഗുരു അടുത്ത ഗുരു നോക്കാം. ഗുരു നോക്കുമ്പം ഗുരു ഏതിൻ്റെയൊക്കെ നക്ഷത്രാധിപൻ? സർപ്പന്റെയും ശനിയുടെയും ശുക്രന്റെയും നക്ഷത്രാധിപനാണ്. അപ്പൊ അത് തരുന്നത്, അത് സ്വന്തമായിട്ട് തരത്തില്ല, അത് ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ നക്ഷത്രാധിപൻ ആരാണ്? കുജനാണ്. കണ്ടോ, ഗുരുവിൻ്റെ നക്ഷത്രം. അപ്പൊ ഗുരു നക്ഷത്ര ഫലം തരുന്നത് കുജന്റെ ഫലമായിരിക്കും. കുജ ഏതിൻ്റെയൊക്കെ ഭാവങ്ങളെ നോക്കി? 4ഉം 1ഉം 8 ഫലം. അപ്പൊ വ്യാഴം പിന്നെ ഈ ടെൻഡന്റഡ് പ്ലാനറ്റ്സ് ആയതുകൊണ്ട് വ്യാഴത്തിൻ്റെ നക്ഷത്രം കുജനാണ്. അപ്പൊ കുജന്റെ ഫലമാണ് അത് തരുന്നത്. അടുത്തത് കുജൻ പോയാൽ ശനി. അപ്പൊ ശനി ഇവിടെ നോക്കി കുജന്റെയും ബുധന്റെയും സബ് ലോഡാണ്, അല്ല നക്ഷത്ര ലോഡാണ് അല്ലേ, സ്റ്റാർ ലോഡാണ് കുജൻ ബുധൻ. അപ്പൊ അതെന്തു ചെയ്യും? അത് തരുന്നത്, ശനി നിൽക്കുന്ന എവിടെയാണ്? വ്യാഴത്തിന്റെ നക്ഷത്രത്തിലാണ്. അപ്പൊ ശനി തരുന്നത് വ്യാഴത്തിന്റെ നക്ഷത്രത്തിലായിരിക്കാം. ഇവിടെ അതേസമയത്ത് ബുധൻ നോക്കി, ബുധൻ ഇല്ല. ബുധൻ തരുന്നത്, ശനിക്ക് പകരം തരുന്ന ബുധന്റെ തന്നെ സ്വന്തം ഇതായിട്ടായിരിക്കും തരുന്നത്, സ്വന്തം ഫലമായിരിക്കും കൂടുതൽ തരുന്നത്. എന്ന് വെച്ചാൽ 11, 3, 6 തരും. ശനിയുടെ 11, 10, 11 പകരം ഏറ്റവും കൂടുതൽ ഫലം തരുന്നത് 11, 3, 6 ആയിരിക്കും. മറ്റത് തിരിച്ചാണ്. അതിൻ്റെ ഫലം കുറച്ച് തരുമെങ്കിലും അതിൻ്റെ ശരിയായിട്ടുള്ള ഫലം തരുന്നത് അതിൻ്റെ നക്ഷത്ര ഫലമായിരിക്കും. അപ്പം ഇത് അൺടെൻഡഡ് പ്ലാനറ്റ്സ് ആകുമ്പോൾ നേരെ തിരിച്ചു വരും. അപ്പം ഇനി സർപ്പൻ ഇവിടെ ചന്ദ്രൻ്റെ സബ് ലോഡാണ്. എന്ന് വെച്ചാൽ അത് അത് സ്വന്തം ഒരു ടെൻഡന്റഡ് പ്ലാനറ്റ്സ് ആണ്. ശിഖി നോക്കിയേ, ശിഖി ഇവിടെ രവിയുടെ ഇതാണ്. ശിഖി ഇവിടെ അത് നോക്കിയേ, ശിഖി നിൽക്കുന്നത്, ശിഖിയുടെ നക്ഷത്രത്തിൽ രവിയുണ്ട്, അതേ സമയത്ത് രവിയുടെ നക്ഷത്രത്തിൽ ശിഖിയുണ്ട്. അപ്പോൾ അവിടെ ഒരു നക്ഷത്ര എക്സ്ചേഞ്ച് വന്നു, സ്റ്റാർ ലെവലിലുള്ള എക്സ്ചേഞ്ച് വന്നപ്പോൾ അതും അതിൻ്റെ സ്വന്തം ഫലം തരും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ചന്ദ്രനും ഇപ്പം ഇവിടെ ഈ സൂര്യൻ ഫലം തരുന്നത്, അത് ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. എന്നുവെച്ചാൽ വാടകക്കാരനല്ലാത്ത ഗ്രഹം എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് നക്ഷത്ര പരിവർത്തനം ഉള്ളത് കൊണ്ട് സൂര്യനും നമുക്ക് അൺടെൻഡഡ് പ്ലാനറ്റ്സിന്റെ ലിസ്റ്റിൽ പെടുത്താം. ഇവിടുത്തെ അടുത്തൊരു എക്സാമ്പിൾ രവി നിൽക്കുന്നത് നോക്കിയേ. രവി നിൽക്കുന്നത് ശിഖി കേതുവിൻ്റെയിലുണ്ട്, പിന്നുള്ളത് ചന്ദ്രൻ്റെയിലുണ്ട്. അപ്പം അതിന് ഇതില്ല. പിന്നുള്ളത് ചന്ദ്രൻ നിൽക്കുന്നത് ഗുരുവിൻ്റെ ചന്ദ്രന്റെ നക്ഷത്രത്തിൽ ഗുരു നിൽപ്പുണ്ട്. അപ്പോൾ ചന്ദ്രനും ടെൻഡന്റഡ് പ്ലാനറ്റ്സ് ആണ്. കുജൻ നിൽക്കുന്നത് ശുക്രന്റെ നക്ഷത്രത്തിൽ അല്ല, കുജൻ നിൽക്കുന്നത് ശുക്രന്റെ നക്ഷത്രത്തിലാണ്. കുജന്റെ നക്ഷത്രത്തിൽ ശുക്രൻ നിൽപ്പുണ്ട്. പിന്നെ ബുധൻ നിൽക്കുന്നത് ബുധന്റെ സ്വന്തം നക്ഷത്രത്തിലാണ്. ഗുരു നിൽക്കുന്നത് ശനിയുടെ നക്ഷത്രത്തിലാണ്. അപ്പോൾ
സർപ്പൻ ഇല്ല, ശിഖിയും ഇല്ല. അപ്പം ഇതിൽ പ്രധാനമായിട്ട് ബുധന്റെ നക്ഷത്രാധിപൻ ബുധൻ തന്നെയാണ്. വേറൊന്നിന്റെ നക്ഷത്രാധിപൻ അല്ലാത്തത് ബുധന്റെ ഫലം തന്നെ തരും. ഇനി അതേസമയത്ത് രാഹുവിന്റെ ശിഖിയുടെ നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ ഒക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അത് നോക്കേണ്ടത് ശിഖിയുടെ നക്ഷത്രലോട് ആരാണോ അത് അൺടെൻഡഡ് പ്ലാനറ്റ് ആണെങ്കിൽ, ഇപ്പം ശിഖിയുടേത് ബുധനായിരുന്നുവെങ്കിൽ, ഇവിടെ ഇപ്പം ബുധൻ അല്ലാത്തടത്തോളം ബുധൻ ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ ഇത് ബുധൻ അൺടെൻഡഡ് പ്ലാനറ്റ് ആയിട്ട് വന്നു, അങ്ങനെ ഇത് വരായിരുന്നു. പക്ഷെ ഇവിടെ സർപ്പനും ശിഖിക്കും സ്വന്തം വേറൊരു ഇതായതുകൊണ്ട് ആ സർപ്പന്റെയും ശിഖിയുടെയും നക്ഷത്രലോട് ശനിയും രവിയും ടെൻഡന്റ് പ്ലാനറ്റ്സ് ആയതുകൊണ്ട് അവരതിൻ്റെ നക്ഷത്രലോടിന്റെ ഫലം മാത്രമാണ് തരുന്നത്. ഇത് വേറൊരെണ്ണം. ഇവിടെ നോക്കി, ഇവിടെ ഏത് ഗ്രഹങ്ങളില്ലെന്ന് നക്ഷത്രാധിപനായിട്ട് ഏത് ഗ്രഹങ്ങളില്ലെന്ന് നോക്കി. രവിയില്ല, ചന്ദ്രനില്ല, കുജനുണ്ട്, ബുധനില്ല, വ്യാഴമുണ്ട്, ശനിയുണ്ട്, രാഹുവും കേതുവും ഉണ്ട്. അപ്പം രാഹുവും കേതു അപ്പം അവിടെ വ്യാഴം അതിന്റെ ഫലം തരും. വ്യാഴത്തിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിൽക്കുകയാണ്. പക്ഷെ വ്യാഴം ശുക്രന്റെ ഗ്രഹത്തിൽ കൂടെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് തിരിച്ചു തന്നെ എടുക്കേണ്ടി വരും. മറ്റേ ഗ്രഹങ്ങളുടെ ഇതിലൂടെ വരുന്നത് കൊണ്ട് വ്യാഴം നിൽക്കുന്ന വ്യാഴത്തിന്റെ അധീപനാണ്. വ്യാഴം ഇല്ല. അപ്പം വ്യാഴം കുജന്റെയും നക്ഷത്രത്തിൽ നിൽക്കുകയാണ്. വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ വേറൊരു ഗ്രഹമുണ്ട്. അപ്പം സൂര്യനും ബുധനും ശുക്രനും, ഇവിടെ ശുക്രൻ ഇല്ല, സൂര്യനും ബുധനും ശുക്രനും അൺടെൻഡഡ് പ്ലാനറ്റ്സ് ആണ്. അപ്പൊ അവരുടെ സ്വന്തം ഇത് തരും. ഇത് നമുക്ക് ആ ഒരു ചാർട്ട് ഉണ്ടാക്കുമ്പോൾ ചാർട്ടിൽ സ്പെസിഫൈ ചെയ്യും. അത് യു എന്നും പറഞ്ഞ് ഇട്ടത് സ്പെസിഫൈ ചെയ്യും. ഞാൻ തന്ന സോഫ്റ്റ്വെയർ ആരെങ്കിലും നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നു. അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലേ? രജിസ്റ്റർ ചെയ്തായിരുന്നോ? ഒരു ചാർട്ട് എടുത്ത് നോക്കി, സ്വന്തം ചാർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അല്ല, അത് വരട്ടെ, നമുക്ക് നോക്കാം, വരട്ടെ, കുഴപ്പമില്ല. ഇനിയുള്ളത് സിഗ്നിഫിക്കേറ്റേഴ്സ് ആണ്. സിഗ്നിഫിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കുന്ന കണക്ക് ഏതെങ്കിലും ഭാവങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇതിന് ഒരു രീതിയുണ്ട്. എന്നുവെച്ചാൽ ഒരു ഭാവത്തിൽ നിന്നുള്ള 12ാം ഭാവം ആ ഭാവത്തിന് ഹാനികരമായെന്ന് കണക്കാക്കും. അതിനാൽ ഭാവങ്ങളെ അത് നിരാകരിക്കുന്നു. ഏതെങ്കിലും ഒരു ഭാവത്തിന്റെ 12ാം ഭാവമാണെങ്കിൽ ആ ഭാവത്തിനെ സിഗ്നിഫൈ ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ 12ാം ഭാവാധിപതി നക്ഷത്രം 11ൽ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏഴാം ഭാവത്തിന്റെ നക്ഷത്രാധിപതി സിഗ്നിഫിക്കേറ്റർ, 7ാം ഭാവത്തിന്റെ സിഗ്നിഫിക്കേറ്റർ അത് 11ാം ഭാവമായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ല 6ാം ഭാവമായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ എന്ന് വെച്ചാൽ 7ന്റെ 12 6ആണ്. അപ്പോൾ അത് നമ്മളൊരു കല്യാണം നോക്കുമ്പം 7 നോക്കും, 7നകത്ത് 6ഉം കൂടെ വരികയാണെങ്കിൽ കല്യാണത്തിൻ്റെ നെഗറ്റീവ് ഭാവമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കല്യാണത്തിൽ തരും. ഉദാഹരണം എഴുതിയിട്ടുണ്ട്, 2, 7, 11 ഭാവങ്ങൾ വിവാഹം സംബന്ധിച്ച ഭാവങ്ങളാണ്. ഈ ഭാവങ്ങളിൽ നിന്നുള്ള 12ാം ഭാവം എന്ന് വെച്ചാൽ 1 പറയുന്നത് 2ന്റെ 12ആണ്, 6 പറഞ്ഞ 7ന്റെ 12ആണ്, 10 പറഞ്ഞാൽ 11ന്റെ 12ആണ്. ഇത് വിപരീത ഫലങ്ങളായിരിക്കും തരുന്നത്. അതായത് വിവാഹം അല്ലെങ്കിൽ സെപ്പറേഷനോ അല്ലെങ്കിൽ ഡൈവോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉടക്കോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും നോക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പം ഉദാഹരണത്തിന് ഒരു 7ാം ഭാവം ചെക്ക് ചെയ്യുമ്പോൾ 7ാം ഭാവം ചെക്ക് ചെയ്യുന്നതിന് മൂന്ന് ഭാവങ്ങൾ നോക്കും. ഒന്ന് 7 എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ ഭാവം, 2 എന്ന് വെച്ചാൽ കുടുംബസ്ഥാനം, 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസയർ ഫുൾഫിൽമെന്റ്. അപ്പം നമ്മൾ 7ാം ഭാവം നോക്കുമ്പോൾ
അതിൻ്റെ സബ്ലോഡ് നിൽക്കുന്ന നക്ഷത്രം സിഗ്നിഫൈ ചെയ്യുന്നത് 2, 7, 11 ഏതെങ്കിലും ഭാവങ്ങളാണെങ്കിൽ ആ കല്യാണം നേരത്തെ നടക്കും. അതേ സമയത്ത് ആ ഭാവങ്ങൾ 2, 7, 11 അല്ലാതെ 1, 6, 10 സിഗ്നിഫൈ ചെയ്യുന്നതെങ്കിൽ കല്യാണം നടക്കത്തില്ല എന്ന് തന്നെ പറയാം. അത് 1, 6, 10 ഏതെങ്കിലും ഒന്ന് സിഗ്നിഫൈ ചെയ്യണമെങ്കിൽ. അതേ സമയത്ത് 2, 7, 1, 2, 7, 11 അതിലേതെങ്കിലും ഒന്നോ, 1, 6, 10 ഏതെങ്കിലും ഒന്നോ കൂടെ രണ്ടും കൂടെ സിഗ്നിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അതാതായ കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ ആ പിന്നെ ദശാഭുക്തി ഭാവങ്ങളിൽ കല്യാണം നടക്കുകയും ചെയ്യും. മറ്റുള്ള ഭാവത്തിൻ്റെ 6ആയിട്ട് ബന്ധം വരുന്ന ആ ഭാവത്തിൻ്റെ ദശാഭുക്തി അന്തരങ്ങളിൽ പിന്നെ സെപ്പറേഷനോ അല്ലെങ്കിൽ വിവാഹമോചനോ ഒക്കെ നടക്കുകയും ചെയ്യും. അതാണ് അത് വരുന്നത്. അപ്പം ഇത് രണ്ടും ഇല്ല എങ്കിൽ, ന്യൂട്രൽ മാത്രമാണെങ്കിൽ 2, 7, 11 സിഗ്നിഫൈ ചെയ്യുന്നില്ല, 1, 6, 10 സിഗ്നിഫൈ ചെയ്യുന്നില്ലെങ്കിൽ, അപ്പം ഈ സിഗ്നിഫൈ ചെയ്യുന്ന ഏത് ഭാവങ്ങളാണോ, എല്ലാം ന്യൂട്രൽ ഭാവങ്ങളാണ് സിഗ്നിഫൈ ചെയ്യുന്നപ്പോഴും. അപ്പം ആ ന്യൂട്രൽ ഭാവങ്ങൾ ഏതൊക്കെ ഭാവങ്ങളാണോ സിഗ്നിഫൈ ചെയ്യുന്നത്, ആ സിഗ്നിഫൈ ചെയ്യുന്ന ഭാവങ്ങളുടെ ദശയും അന്തർദശാ ഭാഗങ്ങളിൽ കല്യാണം നടക്കും. ഇപ്പം മുകളിൽ സൂചിപ്പിച്ചതുപോലെ 12 ഭാവങ്ങൾ ഒരു മനുഷ്യൻ്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്നു. സാധാരണ ഒരു ഗ്രഹത്തിന് പല ഭാവങ്ങളുമായി ബന്ധപ്പെട്ട ഫലം തരാൻ കഴിയും. ഉദാഹരണത്തിന് 7ാം ഭാവത്തിൻ്റെയും 10ാം ഉദാഹരണത്തിന് ചൊവ്വ 7ഉം 10ഉം ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് വയ്ക്കുക. ചൊവ്വയെന്ന് 7ഉം 10ഉം. അപ്പോൾ 7ാമത്തെ ഭാവം വിവാഹത്തിൻ്റെ ഭാവവും 10ാം ഭാവവും ജോലിക്കുള്ള ഭാവമാണ്. ഈ ഒറ്റ ഗ്രഹത്തിന് ഈ ജാതകന് വിവാഹവും ജോലിയും നൽകാൻ കഴിയും എന്നുള്ളതാണ്. അതേ സമയത്ത് 7 വെച്ച് നോക്കുമ്പോൾ ആ 7ന്റെ ഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ചൊവ്വ 7ഉം 10ഉം തരുന്നുണ്ട്. അപ്പോൾ ചൊവ്വ 7ഉം 10ഉം തരുന്നതുകൊണ്ട് 2 തരും, അതിൻ്റെ കൂടെ മറ്റതും തരും. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തരും, 7ഉം തരും. പക്ഷേ 7ഉമായിട്ടാണ് കൂടുതൽ സിഗ്നിഫിക്കേഷൻ വരുന്നെങ്കിൽ, അല്ല 10ഉമായിട്ട് കൂടുതൽ സിഗ്നിഫിക്കേഷൻ വരുന്നെങ്കിൽ കല്യാണം നടക്കും. പക്ഷെ 10ഉമായിട്ടുള്ള ഭാവം, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ന്റെ 4ാം ഭാവമാണ്. അപ്പം അത് വരുമ്പോൾ 11ന്റെ എന്ന് വെച്ചാൽ നമ്മൾ 11 എന്ന് വെച്ചാൽ ഫുൾഫിൽമെന്റ് ഓഫ് ഡിസയർ ആണ്. അപ്പം 10ാം ഭാവം അതിൻ്റെ 12ആണ്. കല്യാണം നടക്കും, ചിലപ്പോൾ ജോലിയുള്ളൊരു കുട്ടിയായിരിക്കാം. പക്ഷെ സംഭവിക്കുന്നത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു വിവാഹ ജീവിതം ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു സ്പൗസ് ആയിരിക്കത്തില്ല വന്നത്, നമ്മൾ ആഗ്രഹിച്ച കണക്ക് ആയിരിക്കും. നമ്മൾ പറയുമോ നമ്മുടെ തലയിലെടുത്ത് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ചില ആൾക്കാരുണ്ട്, അതുപോലെ ആയിരിക്കും. അതുപോലെ ഒരു ഭാവവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഒന്നിലധികം ഗ്രഹങ്ങൾ ലഭിച്ചാൽ ആ ചാർട്ടിൽ ചൊവ്വയ്ക്കും ബുധനും 7ാം ഭാവമായിട്ട് ബന്ധം വന്നാൽ ചൊവ്വയ്ക്കും രണ്ടും കല്യാണം നടക്കും. അതെപ്പോൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ 7ാം ഭാവത്തിൻ്റെ ചൊവ്വയും വ്യാഴവും സൂചിപ്പിക്കുമെന്ന് പറയാം. അപ്പം ഈ ചൊവ്വയുടെ ദശയിലും വ്യാഴത്തിൻ്റെ അന്തർദശയിലോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദശയിൽ ചൊവ്വയുടെ അന്തർദശയിലോ കല്യാണം നടക്കും. അതിനകത്തൊരു ക്ലോസ് ഉണ്ട്, അത് കല്യാണം നടക്കുന്ന പ്രായത്തിലായിരിക്കണം. 70-80 വയസ്സ്, ചിലപ്പോൾ 70-80 വയസ്സിലായാലും നമുക്ക് പറയാക്കത്തില്ല, കല്യാണത്തിൻ്റെ ഭാവമാണെന്ന് പറയാക്കത്തില്ല. അത് നമ്മൾ വേറെ രീതിയിൽ കൂടെ നോക്കേണ്ടി വരും. അപ്പം ഒരു ഗ്രഹം ഒന്നിലധികം ഭാവങ്ങളെ സൂചിപ്പിക്കാൻ കഴിയും, കൂടാതെ ഒരു ഭാവത്തെ ഒന്നിലധികം ഗ്രഹങ്ങളെയും സൂചിപ്പിക്കാൻ കഴിയും. ഇപ്പം കൃഷ്ണമൂർത്തി പദ്ധതിയിൽ ആ ഓരോ ഭാവത്തിൻ്റെയും ഗ്രഹത്തിന് പല ലെവലിലാണ് അതിൻ്റെ സ്ട്രെങ്ത് കലക്കാക്കുന്നത്. ഒന്ന് എ ലെവല് അല്ലെങ്കിൽ ലെവൽ 1, ബി ലെവല്, സി ലെവല്, ഡി ലെവല്, ഇ ലെവല് എന്നും പറഞ്ഞ് 5 പേരുണ്ട്. നമ്മൾ സാധാരണ 4 ലെവല് പൊതുവെ എടുക്കാറുള്ളൂ. ഈ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് കൺജോയിൻമെൻ്റ് ആയിരിക്കാം, എന്ന് വെച്ചാൽ കൺജങ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സബ്ലോഡായിരിക്കാം. അപ്പം ആദ്യത്തെ 1, 2, 3, 4 ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ ഒരു പ്രത്യേക ഭാവത്തിന് ഗ്രഹങ്ങളുടെ ശക്തിയും സ്വാധീനവും നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ശ്രേണി എന്ന് വെച്ചാൽ ആ ഒരു രീതിയാണ് ഇത് ചെയ്യുന്നത്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഭാവങ്ങളുടെ സൂചന കണ്ടുപിടിക്കുന്ന ഒരു ഭാവമാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഭാവം എഴുതി. അപ്പം ഇതിൽ ആദ്യം നമുക്ക് ഒരു ഗ്രഹനില തന്നാൽ ഇത് നോക്കിയേ, ലെവൽ 1 എന്ന് പറഞ്ഞാൽ
ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ. രണ്ടാമത്തെ എഴുതിയിരിക്കുന്നത് ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ. മൂന്നാമത്തെ ഭാവാധിപന്റെ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ. 4 എന്ന് പറഞ്ഞാൽ ഭാവാധിപൻ. അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും എളുപ്പം എഴുതാൻ പറ്റുന്ന ഏതാണെന്ന് നോക്കിയേ. 1 മുതൽ 12 വരെയുടെ ഭാവാധിപൻ നമുക്ക് ഇവിടെ അങ്ങ് എഴുതാം, അല്ലേ? 1 മുതൽ 12 വരെയുള്ള ഭാവാധിപന്മാർ നമ്മൾ ഇവിടെ അങ്ങ് എഴുതാം. പിന്നുള്ളത് ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, അതും നമുക്കിവിടെ എഴുതാം. പിന്നെയാണ് നമ്മൾ ഓരോ നോക്കുന്നത്. ഇപ്പം 1-ാം ഭാവത്തിൽ നിൽക്കുന്ന ഭാവാധിപന്റെ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹങ്ങൾ ഏതെന്ന് എഴുതുക. 2-ാം ഭാവാധിപൻ, അതിന്റെ സാമ്പിൾ നമുക്ക് അടുത്തതിൽ നോക്കുമ്പോൾ ആ സംശയം അങ്ങ് തീരും. ഇതൊരു ഗ്രഹനില. ഈ ഗ്രഹനിലയിൽ നമുക്ക് ഓരോ ഭാവങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. 1-ാം ഭാവം. പറയണേ സാറേ, കൂടി പോകണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. ഇല്ല, അപ്പൊ പറഞ്ഞുതരാം. ഇത് വരുമ്പം ക്ലിയർ ആവും. ഇപ്പം 4 ലെവലുകളാണുള്ളത്. 4 ലെവലുകൾ എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ഫലം തരുന്ന സ്ട്രെങ്ത് ഏറ്റവും കുറവുള്ളത് ലെവൽ 4 ആണ്. ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ലെവൽ 1 ആണ്. എന്ന് വെച്ചാൽ ആ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കാണ് ഏറ്റവും ഫലം. അപ്പം ഇവിടെ ലെവൽ 4 എന്ന് പറഞ്ഞാൽ ഭാവാധിപനാണ്. ഓരോ ഭാവത്തിൻ്റെ ഭാവാധിപനാണ് വ്യാഴം. അപ്പം ഇത് ഇവിടെ നോക്കിയേ. 1-ാം ഭാവം. 1-ാം ഭാവത്തിൻ്റെ ലോഡ് ആരാണ്? 1-ാം ഭാവം ധനുവാണ്. ധനുവിൻ്റെ ലോഡ് വ്യാഴമാണ്. 2-ാം ഭാവം 2, 3 ഭാവം ശനിയാണ്. 2, 3 ഭാവം ശനിയാണ്. 4-ാം ഭാവം വീണ്ടും വ്യാഴമായി. 5-ാം ഭാവം കുജനായി. 6-ാം ഭാവം ശുക്രനായി. 7-ാം ഭാവം ബുധനായി. 8-ാം ഭാവം ചന്ദ്രനായി. 9-ാം ഭാവം സൂര്യനായി. 10-ാം ഭാവം ബുധനായി. 11-ാം ഭാവം ശുക്രനായി. 12-ാം ഭാവം കുജനായി. അപ്പം ഈ ഭാവങ്ങൾ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി അടുത്തത് എളുപ്പം ഫില്ല് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇപ്പൊ 1-ാം ഭാവത്തിൽ ഇവിടെ നോക്കി. 1-ാം ഭാവത്തിനും 2-ാം ഭാവത്തിനും ഇടയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. അപ്പൊ 1-ാം ഭാവത്തിൽ ആരുമില്ല, നമ്മളൊരു ഡാഷ് ഇട്ടു. 2-ാം 2-ലും 3-ലും ആരുമില്ല. 2-ാം ഭാവത്തിൽ ആരുമില്ല. എന്ന് വെച്ചാൽ 2 മുതൽ 3 വരെ ആരുമില്ല. അത് അവിടെ നമ്മളൊരു ഡാഷ് ഇട്ട്. 3-ാം ഭാവത്തിൽ നോക്കി. 3-ാം ഭാവത്തിൽ രാഹു ഉണ്ട്, ശനിയുണ്ട്. അപ്പൊ നമ്മളിവിടെ എഴുതി രാഹുവും ശനിയും എഴുതി. 4-ാം ഭാവത്തിൽ ആരുമില്ല. 19:45 4-ാം ഭാവം തുടങ്ങുന്നു. അത് കഴിഞ്ഞ് ആരുമില്ല. 5-ാം ഭാവത്തിലും ആരുമില്ല. 6-ാം ഭാവത്തിലും ആരുമില്ല. 7-ാം ഭാവത്തിൽ ഇവിടെ വ്യാഴം നിൽപ്പുണ്ട്. വ്യാഴം നിൽക്കുന്നത് 0°57' കർക്കിടകത്തിലാണ്. അതേസമയത്ത് 8-ാം ഭാവം തുടങ്ങുന്നത് 14°15' കർക്കിടകത്തിലാണ് 8-ാം ഭാവം തുടങ്ങുന്നത്. അപ്പൊ ഇത് നിൽക്കുന്നത് 0°യിലാണ്. 0° എന്ന് വെച്ചാൽ 14°യുടെ വ്യത്യാസം ഉള്ളതുകൊണ്ട് വ്യാഴം നിൽക്കുന്നത് 7-ാം ഭാവത്തിലാണ്. അപ്പൊ 7-ാം ഭാവത്തിൽ നമ്മൾ വ്യാഴം എന്ന് എഴുതി. ഇനിയുള്ളത് 8-ാം ഭാവം. 8-ാം ഭാവത്തിൽ ആരുമില്ല. 9-ാം ഭാവത്തിൽ കേതു ഉണ്ട്. 9-ാം ഭാവത്തിൽ കേതു എഴുതി. പിന്നെ 10-ാം ഭാവം. 10-ാം ഭാവത്തിൽ നോക്കി. 10-ാം ഭാവത്തിൽ ഇവിടെ കന്നിയിൽ ആരുമില്ല. അതേസമയത്ത് തുലാത്തിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട്, ശുക്രൻ നിൽക്കുന്നു. അപ്പൊ ചന്ദ്രൻ നിൽക്കുന്നത് 8°56'. അതേസമയത്ത് 11-ാം ഭാവം തുടങ്ങുന്നത് 20'. 20°യിലാണ്. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്. അപ്പൊ നമ്മൾ ചന്ദ്രൻ എഴുതി. ഇനിയുള്ളത് ശുക്രൻ നിൽക്കുന്നത് 19°56'. അപ്പോൾ 11-ാം ഭാവം തുടങ്ങുന്ന 20 ആണ്. അപ്പൊ അത് ഏതാണ്ട് വളരെ അടുത്തായി, ഒരു 3°ക്ക് അകത്തായി. അപ്പം നമ്മൾ അവിടെ എന്തോ എഴുതി? 11-ൽ ശുക്രൻ എഴുതി. ഇനി ഇപ്പുറത്ത് നോക്കിയേ. ഇപ്പുറത്ത് പറഞ്ഞാൽ സൂര്യനുണ്ട്. സൂര്യൻ നിൽക്കുന്ന 1°56'. അവിടെ 12-ാം ഭാവം തുടങ്ങുന്നത് 17:40 അപ്പം അവിടെ നമ്മൾ സൂര്യനും 11-ാം ഭാവത്തിലായി. പിന്നുള്ളത് മെർക്കുറിയാണ്. മെർക്കുറി ഉള്ളത് 0.78°. അതും 10°യുടെ വ്യത്യാസമുണ്ട്. അപ്പൊ അതും 11-ാം ഭാവത്തിലാണ്. പിന്നുള്ളത് കുജനാണ്. കുജൻ നിൽക്കുന്നത് 15:43. 12-ാം ഭാവം തുടങ്ങുന്നത് 17:43. അപ്പോൾ അവിടെ 2°യുടെ വ്യത്യാസം ഉള്ളതുകൊണ്ട് കുജൻ നിൽക്കുന്നത് 12-ാം ഭാവത്തിൽ എഴുതി. അപ്പോൾ ഈ 2 ഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
ഇത് രണ്ടും ഇപ്പം നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുന്നു മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറയണമെങ്കിൽ പറഞ്ഞുതരാം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല, സംശയമില്ല. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. ഇപ്പം ഇനി നമ്മൾ നോക്കുന്നത് വ്യാഴം. ഒന്നാം ഭാവത്തിൻ്റെ പിന്നെ ഭാവാധിപൻ വ്യാഴമാണ്. അപ്പം വ്യാഴം നിൽക്കുന്ന സ്റ്റാറിലോട്, വ്യാഴം ഏതൊക്കെ നക്ഷത്രത്തിൻ്റെ സ്റ്റാറാണെന്ന് നോക്കിയേ. വ്യാഴം ഇവിടെ വ്യാഴം, സൂര്യനുണ്ട്. വ്യാഴത്തിൻ്റെ ഇതിലാണ്. ശനിയുണ്ട്, രാഹുവുണ്ട്. ഈ 4 ഗ്രഹങ്ങൾ, സൂര്യനും വ്യാഴവും ശനിയും രാഹുവും നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ. അപ്പം ഭാവാധിപന്റെ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ. അപ്പോൾ ഭാവാധിപൻ എന്ന് വെച്ചാൽ വ്യാഴം. ഒന്നാം ഭാവത്തിന്റെ അധിപൻ വ്യാഴം. വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ, വ്യാഴം, ശനി, രാഹു. അടുത്തത് ശനിയുടെ നക്ഷത്രത്തിൽ അത് മനസ്സിലായില്ല, ഒന്നും കൂടി പറഞ്ഞുതരോ? ഓക്കെ. നമ്മുടെ 7ാം ഭാവാധിപതി എന്ന് പറയുന്നത് വ്യാഴമാണ്, ഇല്ലേ? 7ാം ഭാവാധിപതി വ്യാഴമാണ്. അപ്പം ഇവിടെ സ്റ്റാർ ലോഡ് വ്യാഴമായിട്ട് സോറി, ഒന്നാം ഭാവാധിപതി വ്യാഴമാണ്. അപ്പം വ്യാഴം നിൽക്കുന്ന വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട് ഭാവാധിപന്റെ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ. ഭാവാധിപന്റെ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ. അപ്പം വ്യാഴത്തിന്റെ നോക്കിയേ, ഈ ഒരു കോളം നോക്കിയേ. വ്യാഴം നിൽക്കുന്നത് സൂര്യന്റെ സ്റ്റാർ ലോഡാണ്. വ്യാഴത്തിന്റെ സ്റ്റാർ ലോഡാണ്. വ്യാഴം ശനിയുടെ സ്റ്റാർ ലോഡാണ്. രാഹുവിന്റെ സ്റ്റാർ ലോഡാണ്. അപ്പം ഞാനിവിടെ സൂര്യനും എഴുതി, വ്യാഴവും എഴുതി, ശനിയും എഴുതി, രാഹുവും എഴുതി. മനസ്സിലായോ? ഓക്കെ. ഇനിയിപ്പോ ശനി, 2ാം ഭാവാധിപൻ ശനിയാണ്. അപ്പൊ ശനിയുടെ നക്ഷത്രത്തിൽ ആരൊക്കെ നിൽക്കുന്നു നോക്കി. ശനി ഇതാ ഇവിടെ, സാറ്റേൺ, കുജനും ബുധനും വേറെ ഒന്നുമില്ല. കുജനും ബുധനും എന്ന് എഴുതി. 3ാമത്തെ ഭാവാധിപൻ ശനിയാണ്. അവിടെയും ബുധനും കുജനും എഴുതി. 4ാമത്തെ ഭാവാധിപൻ നോക്കിയേ. 4ാമത്തെ ഭാവാധിപൻ വ്യാഴമാണ്. അപ്പം വ്യാഴം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, സൂര്യനും വ്യാഴവും ശനിയും രാഹുവും. ഇനി കുജൻ സ്റ്റാർ ലോഡായിട്ട് ഏതെങ്കിലും നക്ഷത്രം, ഏതെങ്കിലും പ്ലാനറ്റ് ഉണ്ടാകുന്ന നോക്കിയേ. ഇവിടെ കുജൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ബ്ലാങ്ക് ആക്കി. അടുത്തത് ശുക്രൻ. വീനസ് വരുന്നത് ഇവിടെ. വീനസ് കേതുവിൻ്റെ സ്റ്റാർ ലോഡാണ്. ഇവിടെ ബുധനില്ല. ഈ അവസാനത്തെ ഇവിടെ കേതു വരെ നോക്കിയാൽ മതി. ഇവിടെ ബുധനില്ല. അപ്പം ബുധന്റെ നക്ഷത്രത്തിൽ ആരും നിൽക്കുന്നില്ല. ചന്ദ്രനില്ല. ചന്ദ്രന്റെ നക്ഷത്രത്തിൽ ആരും നിൽക്കുന്നില്ല. സൂര്യനില്ല. സൂര്യന്റെ നക്ഷത്രത്തിൽ ആരുമില്ല. ബുധന്റെ നക്ഷത്രത്തിൽ ആരുമില്ല. ശുക്രന്റെ നക്ഷത്രത്തിൽ ആരും നോക്കിയേ. ശുക്രന്റെ നക്ഷത്രം നമ്മൾ നേരത്തെ എഴുതിയതാണ്, കേതുവാണ്. ശുക്രന്റെ നക്ഷത്രത്തിൽ കേതു എഴുതി. കുജന്റെ നക്ഷത്രത്തിൽ നമ്മൾ നോക്കി ആരുമില്ല. അപ്പം ഈ 3ാമത്തെ ലെവലിലുള്ളത് നമ്മൾ എഴുതി. ഇനി അടുത്ത ഇതുപോലെ ഇപ്പുറത്തോട്ട് പോവാം. ഒന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ആരുമില്ല. അപ്പോൾ ഇവിടെ അത് എഴുതേണ്ട ഒരു ആവശ്യമില്ല. ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ. അപ്പം 1ാം ഭാവത്തിൽ ആരുമില്ല, 2ാം ഭാവത്തിൽ ആരുമില്ല, 3ാം ഭാവത്തിൽ ശനിയുണ്ട്, രാഹുവുണ്ട്. അപ്പം ശനി നമ്മൾ നേരത്തെ നോക്കിയതാണ്. ശനി കുജനും ബുധനുമാണ്. കുജനും ബുധനും ശനിയുടെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. പിന്നുള്ളത് രാഹു നിൽക്കുന്നത് ചന്ദ്രനും ശുക്രനുമാണ്. അപ്പം ചന്ദ്രനും ശുക്രനും എഴുതി. അടുത്തത് 4ാം ഭാവത്തിൽ ആരുമില്ല, 5ാം ഭാവത്തിൽ ആരുമില്ല, 6ാം ഭാവത്തിൽ ആരുമില്ല, 7ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. നമ്മൾ വ്യാഴം നേരത്തെ കണ്ടുപിടിച്ചതാണ്.
സൂര്യനും വ്യാഴവും ശനിയും രാഹു. പിന്നുള്ളത് 8ാം ഭാവത്തിൽ ആരുമില്ല. 9ാം ഭാവത്തിൽ കേതുവുണ്ട്. അപ്പൊ കേതുവിൻ്റെ സ്റ്റാറിൽ ഇവിടെ ആരുമില്ല. കേതുവിൻ്റെ സ്റ്റാറിലോട് കേതു ഇല്ല, അപ്പോൾ ആരുമില്ല. അപ്പം കേതു അവിടെ ആരുമില്ല. ചന്ദ്രൻ്റെ സ്റ്റാറിലാണ് നമ്മൾ നേരത്തെ നോക്കിയാണ്, അവിടെ ആരുമില്ല. പിന്നെ ഇവിടെ 11ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്, സൂര്യനും ശുക്രനും ബുധനും. അപ്പം ശുക്രൻ്റെ സബ്ലോഡെന്ന് ശുക്രൻ സ്റ്റാർലോഡായിട്ട് വരുന്നത് കേതുവിനാണ്. അപ്പം നമ്മൾ കേതു ഇവിടെ എഴുതി. സൂര്യൻ സ്റ്റാർലോഡായിട്ട് ആരുമില്ല, ബുധനും സ്റ്റാർലോഡായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ വേറൊന്നും വരുന്നില്ല. 12ാം ഭാവത്തിൽ കുജൻ നിപ്പുണ്ട്. അപ്പോൾ കുജൻ്റെ സ്റ്റാർലോഡായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ടു. അപ്പോൾ ഇതാണ് 4 ലെവലിലുള്ള കാര്യം ഇത്. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം 1ാം ഭാവത്തിന് ഫലം തരുന്ന ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യനും വ്യാഴവും ശനിയും രാഹുവും വ്യാഴവുമാണ്. അപ്പൊ ഇത് ഫലം എന്ന് വെച്ചാൽ ഒരു 3rd ലെവലും 4th ലെവലും ഉള്ള ഫലങ്ങളാണ് തരുന്നത്. അതേസമയത്ത് 3ാം ഭാവത്തിന് ഏറ്റവും കൂടുതൽ ഫലം തരുന്നത് ബുധനും കുജനും ചന്ദ്രനും ശുക്രനുമാണ്. 2ാമതായിട്ട് തരുന്നത് ലെവൽ 2 ആയിട്ട് തരുന്നത് ശനിയും രാഹുവാണ്. 3ാമത്തെ ലെവലിൽ ബുധനും കുജനുമാണ്. 4ാമത്തേൽ ശനിയാണ്. 4ാം ഭാവത്തിന് 1ാം ഭാവം പറഞ്ഞ കണക്ക് തന്നെ 3ലും 4 ലെവലിലുള്ള ഫലങ്ങളാണ് കിട്ടുന്നത്. അപ്പം 5ലും 6ലും 5ല് പിന്നെ 4ാമത്തെ ലെവലിലുള്ള ഫലമാണ് കുജൻ കൊടുക്കുന്നത്. 6ന് 3ാമത്തെ ലെവലിൽ കേതു കൊടുക്കുന്നുണ്ട്. 4ാമത്തെ ലെവലിൽ ശുക്രൻ കൊടുക്കുന്നുണ്ട്. 7ാം ഭാവത്തിന് നമുക്ക് 3ാം ഭാവം പറഞ്ഞ കണക്ക് 7ാം ഭാവത്തിന് ഏറ്റവും ലെവൽ 1ൽ സൂര്യനും വ്യാഴവും ശനിയും രാഹുവും കൂടെ ഫലം തരുന്നുണ്ട്. പിന്നെ ലെവൽ 2ൽ വ്യാഴം തരുന്നുണ്ട്. ലെവൽ 3ൽ ആരുമില്ല. ലെവൽ 4ൽ ബുധൻ തരുന്നുണ്ട്. പിന്നുള്ളത് 8ാം ഭാവം. 8ാം ഭാവത്തിൽ 4ാമത്തെ ലെവലിൽ ചന്ദ്രൻ ബലം കൊടുക്കുന്നുണ്ട്. 9ാമത്തെ ഭാവത്തിന് 2ാമത്തെ ലെവലിൽ കേതുവും 4ാമത്തെ ലെവലിൽ സൂര്യനും കൊടുക്കുന്നു. 10ാമത്തെ ഭാവത്തിൽ ചന്ദ്രനും 2ാമത്തെ ലെവലിലും ബുധൻ 4ാമത്തെ ലെവലിലും ഫലം. അപ്പൊ ഇത് നോക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഗ്രഹനില കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ പ്രോമിസ് ഉണ്ടാകുന്ന നോക്കും. ഉദാഹരണത്തിന് 1ാം ഭാവം. അപ്പോൾ 1ാം ഭാവത്തിൻ്റെ അടുത്ത പേരെടുക്കും പറയാം. ഓക്കെ. പിന്നുള്ളത് കേതു. 11ാം ഭാവത്തിന് കേതു ലെവൽ 1 ഫലം തരും. ശുക്രനും സൂര്യനും ബുധനും ലെവൽ 2 ഫലം തരും. ലെവൽ 3ൽ കേതു ഫലം തരും. ലെവൽ 4ന് ശുക്രൻ ഫലം തരും. 12ാം ഭാവത്തിന് കുജൻ ലെവൽ 2ൻ്റെ ഫലവും ലെവൽ 4ന് ഫലവും തരും. അപ്പം ഇതാണ് ഓരോ ഭാവങ്ങൾക്കും ഇന്ന ഗ്രഹങ്ങളാണ് ഫലം തരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഭാവത്തിൽ ഗ്രഹനില നോക്കും. 5ാം ഭാവത്തിന്റെ ഗുണം കിട്ടണമെങ്കിൽ എന്തോ വേണം നമുക്ക്? 5ാം ഭാവത്തിന്റെ ഗുണം കിട്ടണമെങ്കിൽ ശുക്രന്റെ ദശയോ അന്തർദശയോ വരണം. അല്ലാതെ 5ാം ഭാവത്തിന്റെ ഫലം ആ ജാതകന് കിട്ടത്തില്ല. കുജന്റെ 5ാം ഭാവത്തിന്റെ കുജന്റെ ദശയോ അന്തർദശയോ വരണം 5ാം ഭാവത്തിന്റെ ഫലം കിട്ടണമെങ്കിൽ. ഓരോ ഭാവത്തിന്റെ ഫലം നമുക്കറിയാം. പിന്നുള്ളത് 6ാം ഭാവത്തിന്റെ ഫലം കിട്ടണമെങ്കിൽ ഒന്നിൽ കേതുവിന്റെ ദശയിൽ ശുക്രന്റെ അന്തർദശയോ അല്ലെങ്കിൽ ശുക്രന്റെ അന്തർദശയിൽ ശുക്രന്റെ ദശയിൽ കേതുവിന്റെ അന്തർദശയിലോ നമുക്ക് 6ാം ഭാവത്തിന്റെ ഫലം കിട്ടും. അതേസമയത്ത് 2ാമത്തെ ഭാവത്തിന്റെ ഫലം കിട്ടുന്നത് ഈ ഗ്രഹങ്ങൾ സൂര്യനും വ്യാഴവും ശനിയും രാഹുവും ബുധനും അവരുടെ എല്ലാം ദശ അന്തർദശ കാലഘട്ടങ്ങളിൽ നമുക്ക് ഫലം തരും. അതാണ് ഇവിടെ 12ാം ഭാവത്തിന്റെ ഫലം തരണമെങ്കിൽ കുജന്റെ ദശ വരണം. കുജന്റെ ദശയും കുജന്റെ അന്തർദശയും വന്നാലേ നമുക്ക് 12ാം ഭാവത്തിന്റെ ഫലം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആ ഫലം ഉണ്ടായിരിക്കാം, പക്ഷെ വളരെ വളരെ കുറവായിരിക്കാം. വളരെ കുറവ്. ആ ഫലം വരണമെന്ന് ചിലപ്പോൾ കുജൻ നിൽക്കുന്ന മറ്റുള്ള ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. കുജൻ നിൽക്കുന്നത് 2ാം ഭാവത്തിന്റെ ഫലം തരുന്നുണ്ട്. അപ്പം അങ്ങനെ വരും. പിന്നെ ഇപ്പം ഇത് നമ്മൾ ഒരു എക്സാമ്പിളൂടെ ചെയ്തിട്ട് നമുക്ക് അതൊന്ന് തറവാക്കാം. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ അത് നമുക്ക് പിന്നെ അറിഞ്ഞിരിക്കണമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ ടേബിൾ നോക്കുമ്പോൾ ഇത് എങ്ങനെ വന്നു എന്നറിയുന്നത് നമ്മുടെ റൈറ്റാണ് അല്ലേ? നമ്മൾ ആ ടേബിൾ നോക്കുമ്പോൾ അപ്പം ഇവിടെ 1ാം ഭാവം പൈസസ് ആണ്, മീനമാണ്. മീനത്തിൻ്റെ വ്യാഴം
രണ്ടാം ഭാവം മേടം കുജൻ, മൂന്നാം ഭാവം ഇടവം ശുക്രൻ, നാലാം ഭാവം ഇവിടെ 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 നോക്കിക്കൊള്ളണേ, നാലാം ഭാവം ബുധൻ, അഞ്ചാം ഭാവവും ബുധനാണ്. എന്ന് വെച്ചാൽ 4ഉം 5ഉം ഭാവം മിഥുനത്തിലാണ് നിൽക്കുന്നത്. അപ്പം രണ്ടിൻ്റെയും ഭാവത്തിൻ്റെ അധിപന്മാർ ബുധനാണ്. ആറാം ഭാവം ചന്ദ്രനായി. ഏഴാം ഭാവം എന്ന് പറയുന്നത് കന്നിയാണ്. അപ്പൊ ഏഴാം ഭാവത്തിൻ്റെ ബുധനായി. എന്നുവെച്ചാൽ സൂര്യൻ അവിടെ വരുന്നില്ല. സൂര്യൻ ഒരു ഭാവത്തിൻ്റെ അധിപനായിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ സൂര്യനെ അവിടെ കളഞ്ഞു. പിന്നുള്ളത് ഏഴാം ഭാവം ബുധനായി. എട്ടാം ഭാവം എന്ന് പറയുന്നത് ശുക്രനായി. ഒമ്പതാം ഭാവം കുജനായി. 10ാം ഭാവം വ്യാഴമായി. 11 അവിടെയാണ് വരുന്നത്. 11 പിന്നെ ധനുവിലാണ് വരുന്നുണ്ട്. 11 വ്യാഴമായി. 12 ശനിയായി. കുംഭം വേറൊന്നും വരുന്നതുകൊണ്ട് കുംഭം നമ്മൾ കണക്കാക്കില്ല. അപ്പം അതാണ് ആ വ്യത്യാസം വരുന്നത്. ഇതിവിടെ വന്നപ്പോൾ ആ വ്യത്യാസം വന്നു. ആ ഫലങ്ങളുടെ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ജ്യോതിഷത്തിൽ നോക്കുമ്പോൾ ഇവിടെ നിന്ന് 1 നിന്നും 12 വരെ ഇത് കറക്റ്റായിട്ടൊക്കെ എണ്ണും അല്ലേ? അപ്പം നമുക്ക് ആ ഫലം അതുപോലെ മാറുന്നു. തരുന്ന ഗ്രഹങ്ങളുടെ ഇത് മാറുന്നു. അതാണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി 1ാം ഭാവത്തിൽ നിൽക്കുന്നത് ശനിയാണ്. ശനി എന്ന് എഴുതി. 2ാം ഭാവത്തിൽ ആരുമില്ല. എന്ന് വെച്ചാൽ രണ്ടാം ഭാവത്തിൽ ആരുമില്ല. 3ാം ഭാവത്തിലും ആരുമില്ല. 4ാം ഭാവത്തിൽ വ്യാഴം നിൽപ്പുണ്ട്. പക്ഷെ വ്യാഴം നിൽക്കുന്നത് 28 ഡിഗ്രിയും 5ാം ഭാവം തുടങ്ങുന്ന 29 ഡിഗ്രി. അപ്പം വ്യാഴം ഇത് വ്യാഴമല്ല, എനിക്ക് ഒന്ന് കറക്റ്റ് ചെയ്തോളണേ. അപ്പം വ്യാഴം നിൽക്കുന്നത് ഞാൻ എൻ്റെ മറ്റേ ഇതെടുക്കാൻ വിട്ടുപോയി, അതാ പറ്റിയത്. വ്യാഴം നിൽക്കുന്നത് 5ലാണ്. അപ്പൊ ഇവിടെ വ്യാഴം 5 എന്ന് ഇവിടെ എഴുതണം. ഇതിനകത്ത് ഇനി എഴുതണമെങ്കിൽ വലിയ പാടാണ്. ഞാൻ മറ്റൊന്ന് എടുത്തു നോക്കട്ടെ, ഒരു സെക്കൻഡ്. അത് എഡിറ്റ് ഓപ്ഷൻ ഓൺ ആക്കി കൊടുത്താൽ മതി. അല്ല, അത് വേണ്ട. ഞാൻ നോക്കട്ടെ എങ്ങനെയാണെങ്കിൽ. അത് ഒറ്റ ഇതിൽ കിടക്കുന്നു, അതാണ് പ്രശ്നം വരുന്നത്. ഇല്ല, ഞാൻ മറ്റേ എടുക്കാം.
അയ്യോ, ഇവിടെ ഓക്കെ. അപ്പം ഒന്നാം ഭാവത്തില് ഒന്നാം ഭാവത്തില് നമുക്ക് ശനിയുണ്ട്. രണ്ടിലും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ ഹലോ. സർ കേൾക്കുന്നുണ്ട്. ഓക്കെ. ഒന്നിലും രണ്ടിലും മൂന്നിലും നാലും ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ബ്ലാങ്ക് ആക്കി. ഇനി വ്യാഴം നിൽക്കുന്നത് 28/3/50 28/3/50 ആയപ്പോൾ അഞ്ചാം ഭാവത്തിലാണ്. അഞ്ചാം ഭാവം തുടങ്ങുന്നത് 29°16 അതുകൊണ്ട് 5 വ്യാഴം എന്ന് എഴുതി നമ്മൾ. ആറാം ഭാവത്തിൽ ആറാം ഭാവത്തിൽ കേതു ഉണ്ട്. 7ലും 8ലും ഒന്നുമില്ല. 9 നോക്കി, 9 അഞ്ചാം ഭാവമാണ്. 5 ഡിഗ്രിയിലാണ് 9ആം ഭാവം തുടങ്ങുന്നത്. 24 മെർക്കുറി ഉണ്ട്. അപ്പം മെർക്കുറി 9ആം ഭാവത്തിൽ ബുധൻ എഴുതി. അടുത്തത് 10 നിൽക്കുന്നത് ശുക്രനും സൂര്യനും. സാർ ആറാം ഭാവത്തില് 28 അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പൊ കേതു എങ്ങനെയാണ് ആറാം ഭാവത്തിൽ വന്നത്? 18 അല്ലേ കേതു കാണിക്കുന്നത്? 7ആം ഭാവം എത്രയാ തുടങ്ങുന്നത്? ആറാം ഭാവം തുടങ്ങുന്നത് അതല്ല, 28 ഏഴാം ഭാവം തുടങ്ങുന്നത് എവിടെയാ? 1°41. എവിടെയാണ്? ഈ- 1°41 ഏത് രാശിയിലാണ്? ആ, കന്നി രാശിയിൽ. കന്നി. ആ. 4ആം ഭാവം തുടങ്ങുന്നത് എവിടെയാണ്? അല്ല, 6ആം ഭാവം തുടങ്ങുന്നത് എവിടെയാണ്? ചിങ്ങമല്ലേ? ചിങ്ങമല്ല, കർക്കിടകത്തിൽ 28 കർക്കിടകം. ഡിഗ്രിയിലാണ് തുടങ്ങുന്നത്. കർക്കിടകം. ആ, അപ്പൊ ആ. കർക്കിടകത്തിൽ 28 മുതൽ കന്നിയിൽ 1°41 വരെ ആറാം ഭാവമാണ് അല്ലേ? ഉം, ഉം. അല്ലേ? അപ്പം കേതു ആ, ആ. അതിനകത്താണ് നിൽക്കുന്നത്. അപ്പൊ കേതു നിൽക്കുന്നത് പിന്നെ 18°23 ചിങ്ങത്തിലാണ് നിൽക്കുന്നത്. ആ. നമ്മുടെ ആറാം ഭാവം ഉം. തുടങ്ങുന്ന 28°27 കർക്കിടകത്തിലാണ്. അപ്പം നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് അല്ലേ? ഓ ഓ ഇനിയുള്ളത് 10ആം ഭാവം. 10ആം ഭാവത്തിൽ വീനസ് ഉണ്ട്, ശുക്രനുണ്ട്, കുജനുണ്ട്. വീനസ് ഉണ്ട്, സൂര്യനുണ്ട്, കുജനുണ്ട്. അപ്പം ശുക്രൻ, സൂര്യൻ, കുജൻ. 11ആം ഭാവത്തിൽ ആരുമില്ല. 12ആം ഭാവത്തിൽ ചന്ദ്രനുണ്ട്, രാഹുവുണ്ട്. 12ആം ഭാവത്തിൽ ചന്ദ്രനുണ്ട്, രാഹുവുണ്ട്. അപ്പം ഈ 2 കോളം 1ഉം 2ഉം എഴുതി. ഇനി നമുക്ക് മൂന്നാമത്തെ ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവാധിപന്റെ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ആ ഒരു ഭാവത്തിന്റെ ഭാവാധിപന്റെ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ഞാൻ മറ്റേ ടേബിൾ തരുന്നില്ല. നമുക്ക് അല്ലാതെ അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തത് ഞാൻ. വ്യാഴത്തിന്റെ നക്ഷത്രങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ആരൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ വ്യാഴത്തിന്റെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? വ്യാഴത്തിന്റെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുണർദം, വിശാഖം, പൂരുട്ടാതി. അപ്പം ആദ്യം നമുക്ക് പിന്നെ വിശാഖം തുടങ്ങാം. വിശാഖം തുടങ്ങുന്ന നോക്കിയേ. വിശാഖത്തിൽ ആരുണ്ടെന്ന് നോക്കിയേ. സാർ മനസ്സിലായില്ല. നമ്മളിപ്പം 4ആം ഭാവാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ് അല്ലേ? 4ആം ഭാവാധിപൻ വ്യാഴനല്ലേ? 4ആം ഭാവാധിപൻ ഇവിടെ തുടങ്ങുന്നു വ്യാഴമാണ്. ഒന്നാം ഭാവാധിപൻ. സോറി. ഒന്നാം ഭാവാധിപൻ വ്യാഴമാണ് അല്ലേ? ഒന്നാം ഭാവാധിപൻ വ്യാഴമാണ്. സംശയമുണ്ടോ? ഇല്ലല്ലോ.
ഇല്ല. ആ, ഒന്നാം ഭാവാധിപൻ വ്യാഴമാവുമ്പോൾ ലെവൽ 4 ആണ്. അപ്പൊ ലെവൽ 4 ഭാവാധിപന്റെ സ്ഥലമാണ്. അപ്പൊ ലെവൽ 3 എന്ന് പറഞ്ഞത് ഭാവാധിപന്റെ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം ഭാവാധിപൻ വ്യാഴമാണ്. വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏതൊക്കെയാണ്? അപ്പൊ വ്യാഴത്തിന്റെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? വ്യാഴത്തിന്റെ നക്ഷത്രം പുണർദവും വിശാഖവും പൂരിട്ടാതി. അപ്പം വിശാഖത്തിൽ ആരുണ്ടെന്ന് നോക്കിയേ. ഇവിടെ വിശാഖം എവിടെ തുടങ്ങുന്നത്? വിശാഖം തുടങ്ങുന്നത് മിഥുന രാശിയിൽ 20 ഡിഗ്രിയിലാണ് വിശാഖം തുടങ്ങുന്നത്, അല്ലേ? എന്നുവെച്ചാൽ ഒന്നാമത്തെ മേടത്തിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക, കാല്. രണ്ടാമത്തെ പിന്നെ ഇടവത്തില് സാറ് പറയുന്ന പുണർദ സാറ് പറയുന്നേ. അല്ലല്ല, പുണർദം വിശാഖം സോറി പുണർദം പുണർദം. അപ്പം എനിക്കുള്ളൊരു ഗുണമുണ്ട്, എന്നെ തിരുത്തുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഇത്. എനിക്ക് തെറ്റ് പറ്റിയത് എന്നെ മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അപ്പം പുണർദത്തിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ആരൊക്കെയാണ്? പുണർദത്തിൽ നോക്കി ആരൊക്കെ ഉണ്ടെന്ന്. മിഥുനത്തില് 20 ഡിഗ്രി മുതൽ കർക്കിടകത്തിൽ 3 ഡിഗ്രി 20 മിനിറ്റ് വരെയുള്ളതാണ് പുണർദം എന്ന് പറയുന്നത്. അപ്പൊ അതിലാരുണ്ടെന്ന് നോക്കിയേ. അത് 4-ാം ഭാവത്തിൽ ആരുണ്ടെന്ന് നോക്കിയേ. 4-ാം ഭാവത്തിലല്ല, ഇത് 5-ാം ഭാവത്തിൽ വ്യാഴം നിപ്പുണ്ട്. വ്യാഴത്തിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 28 ഡിഗ്രി 3 മിനിറ്റ്. 28 ഡിഗ്രി. അപ്പം പുണർദമായി. അപ്പം നമ്മൾ അവിടെ വ്യാഴമെന്ന് എഴുതി, അല്ലേ? അപ്പം വ്യാഴം അവിടെയാണ് നിൽക്കുന്നത്. ഇനി അടുത്ത ആരുണ്ടെന്ന് നോക്കിയേ. വിശാഖത്തിൽ ഇവിടെ ആരുണ്ടെന്ന് നോക്കി. വിശാഖം തുടങ്ങുന്നത് എവിടെയാണ്? വിശാഖം തുടങ്ങുന്നത് തുലാത്തില് 26 ഡിഗ്രി 20 ഡിഗ്രി മുതൽ വൃശ്ചികം 3 ഡിഗ്രി 20 മിനിറ്റ് വരെ വിശാഖമാണ്. വിശാഖത്തിൽ ആരുണ്ട്? ആരുമില്ല. പിന്നുള്ളത് നമുക്ക് പൂരിട്ടാതിയാണ്. പൂരിട്ടാതി എവിടെ തുടങ്ങും? പൂരിട്ടാതി കുംഭത്തിൽ 20 ഡിഗ്രിയിൽ തുടങ്ങിയാൽ മീനത്തിൽ 3 ഡിഗ്രി 20 മിനിറ്റ് വരെ പൂരാടമാണ്. അപ്പോൾ പൂരാടത്തിൽ ആരുണ്ട്? പൂരാടത്തിൽ ശനി അവിടെ നിൽക്കുന്നു നോക്കി. ശനി നിൽക്കുന്നു 1 ഡിഗ്രി 41 മിനിറ്റ്. അപ്പം ശനി നിൽക്കുന്നത് പൂരിട്ടാതിയിലാണ്. അപ്പം ഇവിടെ ഞാൻ ശനി എഴുതി. പിന്നെ നോക്കുന്നത് കുജന്റെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മകയിരം, ചിത്തിര, അവിട്ടം. അപ്പം മകയിരം എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഇവിടുത്തെ 6 ഡിഗ്രി ഏതാണ്? ഇടവത്തില് 23:40 മുതൽ എന്നുവെച്ചാൽ അവസാനത്തെ 6 ഡിഗ്രി 40 മിനിറ്റിലും മിഥുനത്തിലെ ആദ്യത്തെ 6 ഡിഗ്രി 40 മിനിറ്റിനകത്താണ് മകയിരം വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ആരുമില്ല. ചിത്തിര വരുന്നത് കന്നിയില് അവസാനത്തെ 6:40 തുലാത്തിലെ ആദ്യത്തെ 6:40 ചിത്തിര വരുന്നത്. അപ്പൊ അവിടെ ആരുമില്ല. പിന്നെ ചിത്തിര വരുന്നത് എവിടെയാണ്? മകരത്തില് 6 ഡിഗ്രി അവസാനത്തെ 6 ഡിഗ്രി 40 മിനിറ്റിലും അവിട്ടമല്ലേ സാറ്? അവിട്ടം പിന്നെ അവിട്ടം എന്ന് പറയുന്നത് നമ്മുടെ മകരത്തിലെ അവസാനത്തെ 6:40 മുതൽ കുംഭത്തിലെ ആദ്യത്തെ 6:40 വരെയാണ് അവിട്ടം വരുന്നത്. അപ്പം അവിടെ ആരുമില്ല. അപ്പം നമുക്കവിടെ ഗ്രഹങ്ങളൊന്നുമില്ല. ഇനിയുള്ളത് ശുക്രന്റെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ഭരണി, പൂരാടം. ഭരണി, പൂരം, പൂരാടം. അപ്പം ഭരണിയിൽ ആരുണ്ട്? ഭരണിയിൽ ആരുമില്ല. ഭരണി വരുന്ന മേടത്തിലാണ്, ആരുമില്ല. പൂരാടം ഇവിടെ. പൂരാടത്തിൽ ആരുണ്ട്? 20 ഡിഗ്രി വരെയാണ് പൂരാടം. 13:20 മുതൽ 20 ഡിഗ്രി വരെ പൂരാടമാണ്. 26:40 വരെ പൂരാടമാണ്. 26 ഡിഗ്രി 40 മിനിറ്റ് വരെ പൂരാടമാണ്. അപ്പം അവിടെ നോക്കിയേ. സാർ ഇത് പ്രീവിയസ് ടേബിൾ വെച്ചിട്ടാണോ അത് കാൽക്കുലേറ്റ് ചെയ്തത്? പ്രീവിയസ് ക്ലാസ്സിലെ ടേബിൾ വെച്ചിട്ടാണോ ഇത് കാൽക്കുലേറ്റ് ചെയ്തത്? അങ്ങനെയാണ് വരുന്നേ. അതാ വരുന്നേ. ഇത് ഞാൻ വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് അതില്ലാതെ മനസ്സിലാക്കാനാണ് ഞാൻ ഈ മറ്റേ തരാതിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഇതിനകത്ത് ഞാൻ തന്നതെന്ന് വെച്ചാൽ ആ ഗ്രഹങ്ങളിൽ തന്നതാണ്. അപ്പൊ അത് മനസ്സിലാക്കിയാൽ നമ്മൾ അങ്ങനെ നോക്കിയങ്ങ് പോകും. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ടേബിൾ ഇവിടെ ഇടാതിരുന്നത്. അപ്പം കേതു നിൽക്കുന്നത് പൂരത്തിലാണ്. അപ്പം നമ്മൾ കേതു എഴുതി. പിന്നെ ആരുണ്ടെന്ന് നോക്ക്. പിന്നെ വരുന്നത്
അടുത്തത് പൂരാടമാണ്. പൂരാടം തുടങ്ങുന്നത് 13:20 മുതൽ 26:40 വരെയാണ്. അപ്പം എവിടെ? ധനുവിൽ. അവിടെ 13°33 കുജനുണ്ട്. അപ്പം ഞാൻ കുജൻ എഴുതി. അടുത്ത ബുധൻ. ബുധന്റെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ആയില്യം, കേട്ട, രേവതി. അപ്പം ആയില്യം വരുന്ന എവിടെയാണ്? കർക്കിടകത്തിലെ അവസാനത്തെ 13 ഡിഗ്രിയാണ് ആയില്യം വരുന്നത്. കർക്കിടകത്തിൽ അവസാനത്തെ ആയില്യം. കർക്കിടകത്തിൽ അവസാനത്തിൽ ആരുമില്ല. കേട്ട വരുന്ന എവിടെയാണ്? അവസാനത്തെ 13 ഡിഗ്രി വൃശ്ചികത്തിലാണ് കേട്ട വരുന്നത്. അപ്പം അവിടെ ബുധൻ നിൽപ്പുണ്ട്. ബുധൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രമായ കേട്ടയിലാണ്, 24°40. അപ്പോൾ ഞാൻ അവിടെ ബുധൻ എഴുതി. പിന്നെ അടുത്തത് വരുന്നത് രേവതിയാണ്. രേവതി തുടങ്ങുന്നത് അവസാനത്തെ 13°20 മീനത്തിലാണ് രേവതി വരുന്നത്. അപ്പം അവിടെ ആരുമില്ല. അപ്പോൾ അവിടെ വേറൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ, ബുധൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇതേത് ഭാവമായി? 4 ഭാവമായി. 5-ാം ഭാവവും ബുധനാണ്. 5-ാം ഭാവാധിപതിയും ബുധനാണ്. അവിടെ നമ്മൾ ബുധൻ മാത്രമേ എഴുതുന്നുള്ളൂ. 6-ാം ഭാവാധിപതി ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രന്റെ നക്ഷത്രം ഏതൊക്കെയാണ്? ചന്ദ്രന്റെ നക്ഷത്രം രോഹിണി, അത്തം, തിരുവോണം. അപ്പൊ രോഹിണി വരുന്നത് ഇടവത്തിലെ 13°20 മുതൽ 23°40 വരെയാണ് രോഹിണി വരുന്നത്. അപ്പൊ രോഹിണി അവിടെ ആരുമില്ല. അത് കഴിഞ്ഞാൽ രോഹിണി വരുന്നത് അത്തം വരുന്നത് കന്നിയിൽ ആദ്യത്തെ 10 ഡിഗ്രി വരെ ഉത്തരമാണ്. 10 ഡിഗ്രി കഴിഞ്ഞ് അടുത്ത 13°20 അത്തം വരുന്നത്. അപ്പൊ അവിടെ ആരുമില്ല. പിന്നുള്ളത് തിരുവോണം. തിരുവോണം വരുന്നത് മകരത്തില് 10 ഡിഗ്രി വരെ ഉത്രാടമാണ്. അത് കഴിഞ്ഞാൽ 13°20 തിരുവോണമാണ്. അപ്പം അവിടെ ആരുമില്ല. അപ്പം ചന്ദ്രന്റെ നക്ഷത്രത്തിൽ ആരുമില്ല. ബുധന്റെ നക്ഷത്രത്തിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ബുധനുണ്ട്. ശുക്രന്റെ നക്ഷത്രത്തിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, കേതുവും ഇതുമുണ്ട്. കുജന്റെ നക്ഷത്രത്തിൽ ആരുമില്ല. അപ്പം വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ശനിയും വ്യാഴവും. ശനിയുടെ നക്ഷത്രം ഏതൊക്കെയാണെന്ന് നോക്കിയേ. ശനിയുടെ നക്ഷത്രം നമ്മൾ നേരത്തെ നോക്കി. അപ്പൊ ശനിയുടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂയം, അനിഴം, ഉത്തരട്ടാതി. പൂയം വരുന്നത് എവിടെയാ? പൂയം വരുന്നത് കന്നിയില് കർക്കിടകത്തില് ആദ്യത്തെ 3°20 കഴിഞ്ഞാൽ പിന്നത്തെ 13 ഡിഗ്രിയാണ് പൂയം വരുന്നത്. അപ്പൊ അവിടെ പൂയം ഇല്ല. പിന്നെ വരുന്നത് വൃശ്ചികത്തിലാണ്. വൃശ്ചികത്തിൽ അതുപോലെ ആദ്യത്തെ 3°20 കഴിഞ്ഞ് അടുത്ത 13°20 വരെയാണ് അനിഴം വരുന്നത്. അവിടെയും ഇല്ല. പിന്നെ വരുന്നത് ഉത്രട്ടാതി. ഉത്രട്ടാതി വരുന്നത് മീനത്തിൽ ആദ്യത്തെ 3°20 കഴിഞ്ഞാൽ അടുത്ത 13°20 വരെയാണ് ഉത്രട്ടാതി വരുന്നത്. അപ്പം അവിടെയും ആരുമില്ല. അപ്പം ശനിയുടെ ഇതിലും ആരുമില്ല. അതുപോലെ ലെവൽ 2-ൽ 1-ാം ഭാവത്തിൽ നമുക്ക് ശനി നിപ്പുണ്ട്. അപ്പം ശനിയുടെ നക്ഷത്രത്തിൽ നമുക്ക് ആരുമില്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 2ഉം 3ഉം 4ഉം ഭാവങ്ങളിൽ ഗ്രഹമില്ല. 5-ാം ഭാവത്തിൽ വ്യാഴം നിപ്പുണ്ട്. അപ്പം വ്യാഴത്തിൻ്റെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വ്യാഴവും ശനിയും. 6-ൽ കേതു ഉണ്ട്. കേതു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചോ? ഇല്ല. അപ്പൊ കേതുവിന്റെ നക്ഷത്രം ഏതൊക്കെയാണ്? കേതുവിൻ്റെത് അശ്വതിയും മകവും മൂലവും. അശ്വതി എന്ന് പറയുന്നത് മേടത്തിലെ ആദ്യത്തെ 13 ഡിഗ്രി, അവിടെ ആരുമില്ല. മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങത്തിലെ ആദ്യത്തെ 13 ഡിഗ്രി, അവിടെ ആരുമില്ല. പിന്നുള്ളത് മൂലം. മൂലം എന്ന് പറഞ്ഞാൽ ധനുവിൽ ആദ്യത്തെ 13°20 വരെ മൂലമാണ്. അപ്പൊ അവിടെ നോക്കിയേ, ശുക്രനും സൂര്യനും കേതുവിന്റെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ശുക്രനും സൂര്യനും അവിടെ എഴുതി. പിന്നെ 7-ാം ഭാവത്തിൽ ആരുമില്ല, 8-ാം ഭാവത്തിൽ ആരുമില്ല, 9-ാം ഭാവത്തിൽ ബുധനുണ്ട്. അപ്പൊ 9-ാം ഭാവത്തിൽ ബുധനുണ്ട്. ബുധൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ബുധന്റെ നക്ഷത്രത്തിലായ കേട്ടയിൽ നിൽക്കുന്നത്. അപ്പം ബുധൻ എഴുതി. ഇനിയുള്ളത് ശുക്രനും സൂര്യനും കുജനുമാണ്. അപ്പൊ ശുക്രനിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ശുക്രനിൽ 2 പേരുണ്ട്. ശുക്രനില് കേതുവുണ്ട്. സൂര്യന്റെ നക്ഷത്രത്തിൽ ആരെങ്കിലും ഉണ്ടാകും നോക്കിയേ. സൂര്യന്റെ നക്ഷത്രത്തിൽ ഇവിടെ ആരുമില്ല,
സൂര്യൻ്റെ നക്ഷത്രത്തിൽ ആരുമില്ല. പിന്നുള്ളത് ചൊവ്വയുടെ നക്ഷത്രം. ചൊവ്വയുടെ നക്ഷത്രത്തിൽ കുജനോട് നിൽക്കുന്നേ, ശുക്രന്റെ നക്ഷത്രത്തിൽ ഇവിടെ, ശുക്രന്റെ നക്ഷത്രത്തിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കുജനുണ്ട്. ശുക്രന്റെ നക്ഷത്രത്തിൽ കുജനുണ്ട്, അപ്പം കുജനും എഴുതി. പിന്നുള്ള സൂര്യന്റെ നക്ഷത്രം. സൂര്യന്റെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ കാർത്തിക, ഉത്രം, ഉത്രാടം. ഇപ്പോൾ കാർത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേടത്തിൽ അവസാനത്തെ 3 ഡിഗ്രി 20 മിനിറ്റും അടുത്ത ഇടവത്തിലെ 10 ഡിഗ്രി വരെയാണ് കാർത്തിക വരുന്നത്. അവിടെ ആരുമില്ല. പിന്നെ ഉത്തരം വരുന്നത് ചിങ്ങത്തിൽ അവസാനത്തെ 3 ഡിഗ്രി 20 മിനിറ്റും ആദ്യത്തെ 10 ഡിഗ്രി കന്നിയിലുമാണ് ഉത്തരം വരുന്നത്. അതിലും ആരുമില്ല. പിന്നെ ഉത്തരം വരുന്നത് നമ്മുടെ ധനുവില് അവസാനത്തെ 3 ഡിഗ്രി 20 മിനിറ്റും മകരത്തിലെ ആദ്യത്തെ 13 ഡിഗ്രി 10 ഡിഗ്രി വരെ ആണ് ഉത്തരം വരുന്നത്. അപ്പൊ അവിടെ ആരുമില്ല. പിന്നുള്ളത് ചന്ദ്രനും രാഹുവാണ്. 11 ആരുമില്ല, 12 ചന്ദ്രനും രാഹുവും ഉണ്ട്. ഇപ്പൊ ചന്ദ്രനും രാഹുവും എവിടെയൊക്കെയാണെന്ന് നോക്കി നമ്മൾ. ഇപ്പൊ ചന്ദ്രന്റെ നക്ഷത്രത്തിൽ നമ്മൾ നേരത്തെ നോക്കി ആരുമില്ലായിരുന്നു അല്ലേ? ചന്ദ്രന്റെ നക്ഷത്രത്തിൽ ആരുമില്ല. രാഹുവിന്റെ നക്ഷത്രം നോക്കി. രാഹുവിന്റെ നക്ഷത്രം എവിടെയാ വരുന്നത്? ഏതൊക്കെയാ രാഹുവിന്റെ നക്ഷത്രം വരുന്നത്? തിരുവാതിര, ചോതി, ചതയം. തിരുവാതിര, ചോതി, ചതയം. തിരുവാതിര വരുന്നത് മിഥുനത്തിലാണ്. മിഥുനത്തില് തിരുവാതിര ഇല്ല. തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 6:40 മുതൽ 20 ഡിഗ്രി വരെയാണ് ചോതി വരുന്നത്. അല്ല സോറി, തിരുവാതിര വരുന്നത്. അപ്പൊ തിരുവാതിരയിൽ ആരുമില്ല. പിന്നെ ചോതി വരുന്നത് തുലാത്തിലാണ്. തുലാത്തില് 6 ഡിഗ്രി 40 മുതൽ 20 ഡിഗ്രി വരെയാണ് ചോതി വരുന്നത്. അവിടെ ആരുമില്ല. പിന്നുള്ളത് ചോതി വരുന്നത് അടുത്തത് ചതയം വരുന്നത് 6 ഡിഗ്രി 40 മിനിറ്റ് കുംഭത്ത് മുതൽ 20 ഡിഗ്രി വരെയാണ് ചതയം വരുന്നത്. അവിടെ നോക്കിയേ, 11 ഡിഗ്രി 5 മിനിറ്റിൽ ചന്ദ്രനും 18 ഡിഗ്രി 23 മിനിറ്റിൽ രാഹുവും. ഇപ്പൊ രാഹുവും ചന്ദ്രനും നിൽക്കുന്നത് രാഹുവിന്റെ നക്ഷത്രമായ എവിടെയാണ്? ചതയത്തിലാണ്. അപ്പൊ നമ്മൾ ചന്ദ്രനും രാഹുവും ഇവിടെ എഴുതി. മനസ്സിലായോ? അപ്പം ഇത് കണ്ടോ? മനസ്സിലായല്ലോ? ടേബിൾ ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല. അപ്പം ഇതിൽ സംശയം ഉണ്ടോ? ഇനി ഒന്നുകൂടെ പറയണോ? ആരും മിണ്ടുന്നില്ല. ഹലോ. കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യുക, ഇത് നമുക്കൊന്ന് നോക്കിയിട്ട് അടുത്ത ആഴ്ച സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ? അപ്പൊ ഇനി അടുത്തത് വരുന്നത് ഇത് ഇത്രയും നേരം നമ്മൾ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഭാവങ്ങളുടെ സൂചകന്മാരെയാണ് നോക്കിയത്. ഇത് നോക്കുന്നത് നമ്മൾ ഗ്രഹത്തിന്റെ സൂചകന്മാരെയാണ്. അപ്പൊ നമ്മൾ 9 ഗ്രഹങ്ങളുടെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്ന് വെച്ചാൽ അപ്പൊ നിൽക്കുന്നത് ആദ്യം സൂര്യനാണ്. അപ്പം സൂര്യന്റെ ലെവൽ 4 എന്ന് പറയുന്നത് ഗ്രഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭാവം ഏതെന്നുള്ളതാണ്. അപ്പൊ സൂര്യൻ ഉടമസ്ഥയായിട്ടുള്ള ഏതൊക്കെ ഭാവമാണോ അതിവിടെ എഴുതും. പിന്നെ നമുക്ക് എഴുതാവുന്ന ആ സൂര്യൻ നിൽക്കുന്ന ഭാവം ഏതാണെന്ന് എഴുതും. ഇത് സൂര്യന്റെ ഉടമസ്ഥതയിലുള്ള ഭാവമായി, ഇത് സൂര്യന്റെ ഗ്രഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭാവം. ഗ്രഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭാവമായി, ഗ്രഹം നിൽക്കുന്ന ഭാവമായി. അപ്പം ഒന്ന് ഉടമസ്ഥതയിലുള്ള ഭാവം, അടുത്ത ഗ്രഹം നിൽക്കുന്ന ഭാവം. പിന്നുള്ളത് കണ്ടുപിടിക്കുന്ന എങ്ങനെ? ആ ഗ്രഹത്തിന്റെ നക്ഷത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭാവങ്ങൾ നോക്കുക. ഈ ഗ്രഹം നിൽക്കുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏതൊക്കെ ഭാവങ്ങൾ നോക്കുക. ഉദാഹരണത്തിന് ഇപ്പം സൂര്യൻ നിൽക്കുന്നത്, സൂര്യന്റെ ഉടമസ്ഥതയിലുള്ള ഭാവം ചിങ്ങമാണ് അല്ലേ? സൂര്യന്റെ ഉടമസ്ഥതയിലുള്ള ഭാവം ചിങ്ങമാണ്. ചിങ്ങം
ലഗ്നമാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മളിവിടെ എന്തോ ചെയ്യും? 1 എഴുതും. അപ്പം സൂര്യന്റെ നക്ഷത്രാധിപൻ ആരെന്ന് നോക്കും. സ്റ്റാർ ലോർഡ് ആരെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഉടമസ്ഥയുള്ള ഭാവങ്ങൾ ഇവിടെ എഴുതും. പിന്നെ ആ സൂര്യൻ നിൽക്കുന്ന ഭാവം ഇവിടെ എഴുതും. സൂര്യൻ നിൽക്കുന്ന ഭാവം ഇവിടെ എഴുതും. പിന്നെ സൂര്യന്റെ നക്ഷത്രാധിപൻ നിൽക്കുന്ന ഭാവം ഇവിടെ എഴുതും. അപ്പം ഏറ്റവും കൂടുതൽ ബലം വരുന്നത് ആ ഗ്രഹം നിൽക്കുന്ന നക്ഷത്രാധിപൻ ആ ഗ്രഹത്തിന്റെ നക്ഷത്രാധിപൻ നിൽക്കുന്ന ഭാവമാണ് ഏറ്റവും ഫലം കൂടുതൽ തരുന്നത്. അടുത്ത ഫലം തരുന്നത് ആ ഗ്രഹം നിൽക്കുന്ന ഭാവം. മൂന്നാമത്തെ ഫലം നൽകുന്ന ആ ഗ്രഹത്തിന്റെ നക്ഷത്രാധിപന്റെ ഉടമസ്ഥതയുള്ള ഭാവം. 4ാമത്തെ ലെവലിൽ വരുമ്പോൾ ആ ഗ്രഹത്തിന്റെ ഉടമസ്ഥതയുള്ള ഭാവം. ഇതാണ് 4 ഇത് വരുന്നത്. അത് കണ്ടുപിടിക്കുന്നതിന് 2 രീതിയുണ്ട്. അപ്പം ഇവിടെ അത് ഞാൻ ഇവിടെ ഒരു ഉദാഹരണം, ചൊവ്വ ശുക്രന്റെ നക്ഷത്രത്തിലാണ് നിൽക്കുകയെന്ന് കരുതുക. അത് വേണ്ട, അതിനല്ലേ നമുക്ക് എക്സാമ്പിളിൽ പോകാം. ഈ ഒരു സെയിം സാധനം ഇത് വേറൊരു ചാർട്ടാണ്. നമ്മൾ ആദ്യത്തെ ചാർട്ടാണ്, ഉദാഹരണം 1 ചാർട്ടാണ്. ആ ചാർട്ടിനകത്ത് നമ്മൾ ആദ്യം സൂര്യൻ നോക്കുകയാണ്. അപ്പം സൂര്യന്റെ നമുക്ക് ആദ്യം ലാസ്റ്റിൽ പോവാം. സൂര്യന്റെ ഉടമസ്ഥതയിലുള്ള ഭാവം ഏത് നോക്കിയേ. സൂര്യന്റെ ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഓണർഷിപ്പ് എവിടെയാ വരുന്നത്? ചിങ്ങമാണ്. ചിങ്ങത്തിലുള്ള ഏത് ഭാവമാണ്? 9ാം ഭാവം. അപ്പം 9ാം ഭാവം ഞാനിവിടെ എഴുതി, 9ാം ഭാവം. അപ്പം നമ്മളിവിടെ ഇതെല്ലാം റോമൻ ലെറ്റേഴ്സിലാണ് സാധാരണ നമ്മൾ ഭാവങ്ങളെ മെൻഷൻ ചെയ്യുന്നത് റോമൻ ലെറ്റേഴ്സ്. അതുകൊണ്ട് ഞാൻ 2 എഴുതിയിട്ടുണ്ട്. സൂര്യൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാവം എന്ന് പറയുന്നത് 9ആയി. അടുത്തത് സൂര്യൻ നിൽക്കുന്ന ഭാവം ഏതാണെന്ന് നോക്കിയേ. സൂര്യൻ നിൽക്കുന്ന ഇവിടെ വൃശ്ചികത്തിൽ 1 ഡിഗ്രിയാണ്. ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്? 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ 11ാം ഭാവം എഴുതി. ഇനിയുള്ളത് ചന്ദ്രൻ നിൽക്കുന്ന എവിടെയാണെന്ന് നോക്കിയേ. ചന്ദ്രൻ നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്. ചന്ദ്രന്റെ ഉടമസ്ഥയിലുള്ള ഭാവം ഏതാണ്? ചന്ദ്രന്റെ ഉടമസ്ഥയിലുള്ള ഭാവം കർക്കിടകമാണ്. കർക്കിടകത്തിൽ നിൽക്കുന്ന ഭാവം 8ആണ്. അപ്പം ഞാൻ ഇവിടെ 8 എഴുതി. പിന്നെയുള്ളത് ചന്ദ്രൻ നിൽക്കുന്ന ഭാവം എവിടെയാണ്? ചന്ദ്രൻ നിൽക്കുന്ന ഭാവം 10ാം ഭാവമാണ്. 10ാം ഭാവം. അടുത്തത് ചൊവ്വ നിൽക്കുന്ന എവിടെയാണെന്ന് നോക്കി. 15 ഡിഗ്രി 43 മിനിറ്റ് വൃശ്ചികത്തിലാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാവം ഏതാണ്? ചൊവ്വയുടെ ഉടമസ്ഥതയിലുള്ള ഭാവം എന്ന് പറയുന്നത് 5ഉം 12ഉം. ചൊവ്വയുടെ ഉടമസ്ഥതയിലുള്ള ഭാവം എന്ന് പറയുന്നത് 5ഉം 12ഉം. അപ്പം ചൊവ്വ നിൽക്കുന്ന ഭാവം എവിടെയാണ്? 15 ഡിഗ്രി 43 മിനിറ്റിലും 12ാം ഭാവാധിപൻ 12ാം ഭാവം തുടങ്ങുന്നത് 17:43. അപ്പം ചൊവ്വ നിൽക്കുന്നത് 12ാം ഭാവത്തിൽ. അപ്പം ചൊവ്വ നിൽക്കുന്നത് 12 എന്ന് ഞാനിവിടെ എഴുതി. ഇനിയുള്ളത് ഇനിയുള്ളത് 12ാം ഭാവത്തിൽ എഴുതി. ചൊവ്വ കഴിഞ്ഞു ബുധന്റെ ഉടമസ്ഥതയിലുള്ള ഭാവങ്ങൾ ഏതൊക്കെയാണ്? ബുധന്റെ ഉടമസ്ഥതയിലുള്ള ഭാവങ്ങൾ മിഥുനവും കന്നിയും. അപ്പം 7ഉം 10ഉം. അപ്പം ബുധന്റെ ഉടമസ്ഥതയിലുള്ള 7ഉം 10ഉം. അപ്പം ബുധൻ നിൽക്കുന്ന ഭാവം എവിടെ നോക്കിയേ. 7 ഡിഗ്രി 8 മിനിറ്റ് 56 മിനിറ്റ് വൃശ്ചികത്തിൽ. അപ്പം അത് 11ാം ഭാവമാണ്. അപ്പം ബുധൻ നിൽക്കുന്നത് 11ാം ഭാവത്തിൽ. വ്യാഴം നിൽക്കുന്നത് 0 ഡിഗ്രി 57 മിനിറ്റ് കർക്കിടകത്തിലാണ്. അത് നിൽക്കുന്നത് 7ാം ഭാവത്തിലാണ്. അപ്പം 7. അതിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാവം ഏതാണ്? വ്യാഴത്തിൻ്റെ ഉടമസ്ഥതയിൽ വരുന്നത് ധനുവും മീനവും 1ഉം 4ഉം. അപ്പം 1ഉം 4ഉം ഇവിടെ എഴുതി. ശുക്രന്റെ ഭാവങ്ങൾ ഏതൊക്കെയാണ്? ശുക്രന്റെ ഭാവം ഇടവവും തുലാവും 6ഉം 11ഉം. അപ്പം തുലാത്തിന് 6ഉം 11ഉം ഞാനിവിടെ എഴുതി. ശുക്രൻ നിൽക്കുന്ന സ്ഥലം എവിടെയാ? ശുക്രൻ നിൽക്കുന്നത്
19 ഡിഗ്രി 56 മിനിറ്റ് 41 സെക്കൻഡിലാണ് തുലാത്തിലാണ്. അവിടെ 11-ാം ഭാവം തുടങ്ങുന്നത് 20 ഡിഗ്രി 14. അപ്പം നിൽക്കുന്നത് 11-ാം ഭാവത്തിലാണ്. ശുക്രൻ നിൽക്കുന്നത് 11-ാം ഭാവത്തിലാണ്. പിന്നുള്ളത് ശനി. ശനി നിൽക്കുന്നത്, ശനിയുടെ ഭാവങ്ങൾ ഏതൊക്കെയാണ്? ശനിക്ക് ഏതൊക്കെ ഭാവങ്ങളുള്ളത്? ശനിക്കുള്ളത് മകരവും കുംഭവും, 2ഉം 3ഉം. 2ഉം 3ഉം. പിന്നുള്ളത് രാഹുവും കേതുവാ. രാഹുവിനും കേതുവിനും സ്വന്തമായിട്ട് സ്ഥലമില്ല. അപ്പം അത് നമ്മൾ അവിടെ എഴുതുന്നില്ല. അവിടെ നമ്മൾ അവിടെ നമുക്ക് എഴുതുന്നില്ല. ഭാവം ഇല്ലാത്തതുകൊണ്ട് അത് അതിൻ്റെ അത് നമ്മൾ വിടുന്നു. ഇനിയുള്ളത് രാഹു നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? രാഹു നിൽക്കുന്നത് 3-ാമത്തെ ഭാവത്തിലാണ്. രാഹു 3-ാമത്തെ ഭാവത്തിൽ നിൽക്കുന്നത്. കേതു നിൽക്കുന്നത് ഏത് ഭാവമാണ്? കേതു നിൽക്കുന്നത് 11-ാം ഭാവമാണ്. അപ്പം ഈ 2 ഭാവവും, ഈ 2 ലെവൽ 2ഉം ലെവൽ 3ഉം എഴുതി. അത് എഴുതിയത് മനസ്സിലായോ? മനസ്സിലായി. ഇനി നമുക്ക് ലെവൽ 3ഉം ലെവൽ 4ഉം കണ്ടുപിടിക്കണം. ലെവൽ 3ഉം ലെവൽ 4ഉം കണ്ടുപിടിക്കണം. അപ്പോൾ ലെവൽ 3 എന്ന് പറയുന്നത് ആദ്യത്തെ സൂര്യന്റെ നക്ഷത്രാധിപൻ നിൽക്കുന്ന അതിന്റെ ഉടമസ്ഥയുള്ള സാധനം. അപ്പം സൂര്യൻ നിൽക്കുന്ന ഏത് നക്ഷത്രത്തിലാണ്? ഓക്കെ, സൂര്യൻ നിൽക്കുന്നത് 1 ഡിഗ്രി 56 മിനിറ്റ് വൃശ്ചികത്തിലാണ്. അപ്പൊ അതിന്റെ നക്ഷത്രം ആരാണ് വരുന്നേ? സൂര്യന്റെ നക്ഷത്രം വിശാഖം. വിശാഖത്തിന്റെ 4-ാം പാദം. അപ്പം വിശാഖം. അപ്പം വിശാഖത്തിന്റെ അധിപൻ ആരായി? വിശാഖത്തിന്റെ അധിപൻ വ്യാഴമായി. അപ്പം വ്യാഴത്തിന്റെ ഉടമസ്ഥയിൽ വരുന്ന ഭാവങ്ങൾ ഏതൊക്കെയാണ്? ധനുവും ചിങ്ങവും. അപ്പോൾ 1ഉം 4ഉമായി. 1ഉം 4ഉമായി. പിന്നെ വ്യാഴം നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? വ്യാഴം നിൽക്കുന്നത് 7-ലാണ്. അപ്പം വ്യാഴം നിൽക്കുന്നത് 7-ലാണ്. അപ്പൊ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം വ്യാഴമാണ്. വ്യാഴത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് 1ഉം 4ഉമാണ്. വ്യാഴം നിൽക്കുന്നത് 7-ലാണ്. അപ്പൊ ചന്ദ്രന്റെ നക്ഷത്രം ഏതാണെന്ന് നോക്കിയേ. ചന്ദ്രൻ നിൽക്കുന്നത് 8 ഡിഗ്രി 56 മിനിറ്റ് തുലാത്തിലാണ്. അപ്പൊ തുലാത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഭാവാധിപന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം ഏതാണ്? ചന്ദ്രൻ നിൽക്കുന്ന ഏത് നക്ഷത്രത്തിലാണ്? പറയാവോ? ചന്ദ്രൻ നിൽക്കുന്ന ഏത് നക്ഷത്രത്തിലാണെന്ന് പറയാവോ? ചോതിയിലാണോ? ചോതിയിലാണ്. അപ്പം ചോതിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ രാഹുവാണ്. അപ്പൊ രാഹു നിൽക്കുന്ന സ്ഥലം ഇല്ല എന്ന് വെച്ചാൽ രാഹുവിന്റെ ഉടമസ്ഥയിലുള്ള ഭാവം ഇല്ലാത്തതുകൊണ്ട് നമ്മളോട് ഡാഷ് ഇട്ട്. അപ്പൊ രാഹു നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കിയേ. രാഹു നിൽക്കുന്നത് 3-ലാണ്. അപ്പൊ ഞാൻ ഇവിടെ 3 എഴുതി. അടുത്തത് ചൊവ്വ നിൽക്കുന്ന എവിടെയാണ്? ചൊവ്വ നിൽക്കുന്നത് 15:43 ഡിഗ്രി വൃശ്ചികത്തിലാണ്. അപ്പൊ 15:43 അത് അനിഴമാണ്. അനിഴത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. അപ്പൊ ശനിയുടെ ഉടമസ്ഥതയിലുള്ള ഭാവങ്ങൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം. ഇപ്പൊ ചൊവ്വയുടെ നക്ഷത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭാവം 2ഉം 3ഉം. അപ്പൊ ശനി നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കിയേ. ശനി നിൽക്കുന്ന 3-ാം ഭാവത്തില്. ഇനിയുള്ളത് ബുധൻ നിൽക്കുന്നത് 7 ഡിഗ്രി 58 മിനിറ്റ് 56 സെക്കൻഡില് 8 മിനിറ്റ് 56 സെക്കൻഡില് ആകുമ്പോൾ അത് വീണ്ടും ശനിയാണ്. അപ്പൊ ശനി നിൽക്കുന്നത് അവിടെയും ബുധന്റെ ശനി നിൽക്കുന്നത് 2ഉം 3ഉമാണ്. അതിൻ്റെ ഉടമസ്ഥത 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇനിയുള്ളത് വ്യാഴത്തിന്റെ നക്ഷത്രം. വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ വ്യാഴത്തിന്റെ ഉടമസ്ഥാനം 1ഉം 4ഉം. അപ്പം വ്യാഴത്തിന്റെ അവിടെ 1ഉം 4ഉം എഴുതി. അപ്പം വ്യാഴം നിൽക്കുന്നത് ഇവിടെ 7-ാം ഭാവത്തിലാണ്. ഇവിടെ 7 എഴുതി. ശുക്രൻ നിൽക്കുന്നത് നോക്കിയേ. ശുക്രൻ നിൽക്കുന്നത് 19 ഡിഗ്രി 56 മിനിറ്റ് രാഹുവിന്റെ 20 ഡിഗ്രിയിൽ. അത് അവിടെ 20 ഡിഗ്രിയിൽ
നമ്മൾ പിന്നെ വിശാഖം തുടങ്ങിയാണ്. പക്ഷെ അത് നിൽക്കുന്നത് ചോതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദത്തിലാണ്. അപ്പം രാഹു, അപ്പം ശുക്രൻ നിൽക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രത്തിലായതുകൊണ്ട് അവിടെ ഒന്നും എഴുതാൻ ഒക്കുന്നില്ല. രാഹു നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ്. അപ്പം 3 ഞാൻ എഴുതി. ഇനിയുള്ളത് ശനി നിൽക്കുന്നത് 2, 3 ഭാവത്തിലാണ്. ശനി നിൽക്കുന്ന നക്ഷത്രം ഏതെന്ന് നോക്കിയേ. ശനി നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള സ്ഥലങ്ങൾ 1, 4 അത് നിൽക്കുന്നത് 7ാം ഭാവത്തിൽ. പിന്നെ രാഹു നിൽക്കുന്നത് 3ലാണ്. രാഹുവിൻ്റെ നക്ഷത്രം 20 ഇതാണ്. അപ്പം രാഹുവിൻ്റെ നക്ഷത്രം നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? വ്യാഴം നിൽക്കുന്നത് 7ലാണ്. കേതു നിൽക്കുന്ന എവിടെയാണ്? കേതു നിൽക്കുന്നത് 20, 22ലാണ്, ഭരണിയിലാണ്. ഭരണി എന്ന് വെച്ചാൽ വീനസ് നിൽക്കുന്നത് എവിടെയാണ്? വീനസ് നിൽക്കുന്നത് 11ലാണ്. ഇങ്ങനെയാണ് ഒരു രീതി. ഇല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുമെന്ന് അറിയാവോ? ഒന്നാമത്തെ ലെവൽ, ഇതാണ് ഒന്നാമത്തെ ലെവൽ. ആദ്യം സൂര്യൻ നോക്കുക. സൂര്യൻ എവിടെ ഉണ്ടെന്ന് നോക്കിയേ. സൂര്യൻ നിൽക്കുന്ന 7ാം ഭാവത്തിൽ. അപ്പോൾ സൂര്യൻ്റെ ഇവിടെ നമ്മൾ 7ാം ഭാവം വന്നിട്ട് അടുത്തത് സൂര്യൻ ഇവിടെ എവിടെ നിൽക്കുന്നുണ്ടെന്ന് നോക്കിയേ. സൂര്യൻ ഇവിടെ നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. അപ്പം 11 ഇവിടെ എഴുതി. ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി പറയൂ, സ്റ്റാർട്ടിങ് മുതൽ മനസ്സിലായില്ല. നമ്മൾ ഈ ലെവൽ വണ്ണില് സൂര്യൻ ആദ്യം നമുക്ക് സൂര്യനെ നോക്കാം. സൂര്യനല്ലേ നോക്കേണ്ടത്? ഇത് 11ആണ്, 9 അല്ല. നിൽക്കുന്ന ഭാവമല്ലേ നിൽക്കുന്ന സോറി 11ലാണ്. ഞാൻ 9 എഴുതി പോയി നേരത്തെ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ സൂര്യൻ നിൽക്കുന്ന ഭാവം എവിടെയാ? ഇതല്ല, സൂര്യൻ നിൽക്കുന്ന ഇതിൽ ഈ ലെവൽ 1ൽ സൂര്യൻ എവിടെയാണ്? ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് നോക്കി. എവിടെയൊക്കെ 7. അതുകൊണ്ട് ഞാൻ സൂര്യൻ്റെ ലെവൽ 1 സൂര്യൻ എഴുതി, 7 എഴുതി. ലെവൽ 2ൽ സൂര്യൻ ഇവിടെ നിൽക്കുകയാണെന്ന് നോക്കിയേ, 11ലാണ് നിൽക്കുന്നത്. അപ്പം അവിടെ 11 എഴുതി. ലെവൽ 3ൽ സൂര്യൻ എവിടെ ഉണ്ടെന്ന് നോക്കിയേ. ലെവൽ 3ൽ സൂര്യൻ 1ലും ഉണ്ട്, 4ലും ഉണ്ട്. അപ്പം 1, 4 ഇവിടെ എഴുതി. അവസാന ഭാവത്തിൽ സൂര്യൻ എവിടെ ഉണ്ടെന്ന് നോക്കിയേ. സൂര്യൻ 9ാം ഭാവത്തിലുണ്ട് അല്ലേ. സൂര്യൻ 9ന്റെ അധിപനാണ്. അപ്പം സൂര്യൻ അത് ഞാൻ 9 എന്ന് എഴുതി. എന്നുവെച്ചാൽ ഇത് എളുപ്പമാണ്. ഈ സാധനം കണ്ടുപിടിച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ ആ നക്ഷത്രം നോക്കി അപ്പോൾ ആ ഒരു എളുപ്പപ്പണി കാണിച്ചു എന്നുള്ളത് ഞാൻ. ഇപ്പം ചന്ദ്രൻ നോക്കിയേ. ചന്ദ്രൻ നിൽക്കുന്ന എവിടെയൊക്കെയാ? ചന്ദ്രൻ നിൽക്കുന്നത് 3ാം ഭാവത്തിലാണ്. അപ്പം ഇവിടെ 3 എഴുതി. ലെവൽ 2ൽ ചന്ദ്രൻ എവിടെ ഉണ്ട്? 10ലുണ്ട്, 10 എഴുതി. ലെവൽ 3ൽ ചന്ദ്രൻ എവിടെ ഉണ്ട്? എങ്ങും ഇല്ല. ലെവൽ 4ൽ ചന്ദ്രൻ എവിടെ ഉണ്ട്? 8 ഉണ്ട്. കുജൻ ലെവൽ 1ൽ എവിടെ ഉണ്ട്? ലെവൽ 1ൽ 3 ഉണ്ട്. അപ്പോൾ ഇത് 3 എന്ന് എഴുതി. ലെവൽ 2ൽ കുജൻ എവിടെ ഉണ്ട്? 12. ലെവൽ 3ൽ കുജൻ എവിടെ ഉണ്ട്? 2, 3. ലെവൽ 4ൽ കുജൻ എവിടെ ഉണ്ട്? 5ൽ. 5ഉം 12. 5ഉം 12. ബുധൻ നോക്കിയേ. ബുധൻ ലെവൽ 1ൽ എവിടെ ഉണ്ട്? 3ലുണ്ട്. അപ്പം 3. ഇപ്പോൾ ലെവൽ 1ൽ ബുധനിൽ 3 എന്ന് എഴുതി. ലെവൽ 2ൽ ബുധൻ എവിടെ ഉണ്ട്? 11ലുണ്ട്. അപ്പം ബുധൻ്റെ അവിടെ 11 എഴുതി. ലെവൽ 3ൽ ബുധൻ എവിടെ ഉണ്ട്? 2ലുണ്ട്, 3ലുണ്ട്. അപ്പം ബുധൻ 2, 3. ലെവൽ 4ൽ ബുധൻ എവിടെ ഉണ്ട്? 7ഉം 10. 7ഉം 10. വ്യാഴം ലെവൽ 1ൽ 7ലാണ്. ലെവൽ 2ൽ വ്യാഴം അവിടെയും 7ലാണ്. ലെവൽ 3ൽ വ്യാഴം 1ഉം 4. വ്യാഴം 1ഉം 4. ലെവൽ 4ൽ സെയിം തന്നെ, 1ഉം 4. ലെവൽ 5ൽ ശുക്രൻ ലെവൽ 1ൽ ശുക്രൻ അവിടെ ഉണ്ട്. ശുക്രൻ നിൽക്കുന്നത് 3ലാണ്. ശുക്രൻ 3. അടുത്തത് ലെവൽ
ശുക്രൻ ലെവൽ 2 എവിടെ ഉണ്ട്? ലെവൽ 2 ശുക്രൻ 11 11. ലെവൽ 3 ശുക്രൻ ഇല്ല, ശുക്രൻ ഇല്ല. ലെവൽ 4 ശുക്രൻ എവിടെ ഉണ്ട്? 6 11 6 11. അടുത്ത ശനി, ലെവൽ 1 ശനി 7. ലെവൽ 2 ശനി 3. ലെവൽ 4 ശനി 1 4. ലെവൽ 5 ശനി 3 2 3. 2 3. രാഹു നിൽക്കുന്നത് ലെവൽ 1 7, ലെവൽ 2 3, ലെവൽ 3 1 4, ലെവൽ 4 വരത്തില്ല. ലെവൽ 5. അടുത്തത് കേതു നിൽക്കുന്നത് ലെവൽ 1 11, ലെവൽ 2 9, ലെവൽ 3 6 6 11. ലെവൽ 3 6 11 11. ലെവൽ 4 കേതു വരത്തില്ല. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കുന്ന ഭാവം. അപ്പം ഇത് രണ്ടും നിങ്ങൾ ഒരു എക്സസൈസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് എൻ്റെ അത് സഹിതം ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി പഠിച്ചിട്ട് വരിക. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചിട്ട് നമുക്കൊന്നേന്ന് ചെയ്യാം, അടുത്തത് ചെയ്യാം. അല്ലെങ്കിൽ സംശയം തീർത്തിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് സംശയം വല്ലതും ഉണ്ടോ? അടുത്ത ക്ലാസ്സിൽ ചാർട്ടിൽ ഇത് നമ്മൾ ആ സോഫ്റ്റ്വെയറിൽ എവിടെയൊക്കെ നോക്കുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അടുത്ത ക്ലാസ്സിൽ ചാർട്ടിൽ നമ്മളെ ചാർട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ആ ചാർട്ടിൽ ഇത് കണ്ടുപിടിക്കുന്നത് എവിടെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ചാർട്ട് എക്സ്പ്ലനേഷൻ ആണ്. അത് ഞാനൊരു 2 ദിവസം ഞാൻ എൻ്റെ നോട്ട് തരാം. അപ്പം പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. ഇന്ന് സംശയം വല്ലതും ഉണ്ടോ? സാറേ, ഇതിന്റെ കുറച്ച് മുമ്പുള്ള കുറച്ച് നോട്ടുകൾ ഉണ്ടല്ലോ, അത് സാർ എടുത്തിട്ടുണ്ടായിരുന്നോ? അത് വായിച്ചു വെക്കാനുള്ളതാണോ? അത് വായിച്ചു നോക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനത് അല്ല അത് ഇത് ഞാൻ തന്നിട്ടില്ലേ? ഇത് തന്നിട്ടുണ്ട്. ഇത് 6 7 എന്നുള്ളതിൽ തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടുണ്ട്. ഇതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ അത് ഓരോ ഗ്രഹങ്ങളിലും സബ്ലോഡ് ആയിട്ടുള്ള വരുന്ന ഫലങ്ങളാണ്. അത് നിങ്ങൾ വായിച്ചു പഠിക്കുക. ഞാൻ വെറുതെ വായിച്ച് കേൾപ്പിക്കേണ്ട സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാനത് വായിക്കായിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ആയത്. അത് വായിച്ചു. ആരാണിത്? ഞാൻ റോഷനാണ്. റോഷൻ. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക കേട്ടോ. ഓക്കെ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇതിപ്പോ നമ്മളിപ്പോ മൊത്തം പറഞ്ഞത് സ്റ്റാർ ലോഡിന്റെ കേസുകളാണ് പറഞ്ഞത്, സബ് ലോഡിന്റെ ഒന്നും പറഞ്ഞില്ല. അതല്ല സ്റ്റാർ ലോഡല്ല കാര്യം. നമുക്ക് ഫലം തരുന്നത് ആരാണ്? നമ്മൾക്ക് ഫലം തരുന്നത് സ്റ്റാർ ലോഡാണ്. നമ്മളെ സ്റ്റാർ ലോഡിലോട്ട് ഗൈഡ് ചെയ്യുന്നത് ആരാണ്? ഗൈഡ് ചെയ്യുന്നതാണ് സബ് ലോഡ്. ഫലം തരുന്നത് ഏത് ഗ്രഹത്തിന്റെയും ഫലം തരുന്നത് അതിന്റെ സ്റ്റാർ ലോഡാണ്. പ്രൊവൈഡഡ് അത് അൺടെൻഡഡ് അല്ലെങ്കിൽ മാത്രം. അൺടെൻഡഡ് ആണെങ്കിൽ അത് ആ ഫലം തന്നെ, അതിന്റെ ഫലം തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ തരുന്നത്. മറ്റു തരുമെന്ന് പറയുന്നില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ഫലം തരുന്നത് അതിന്റെ ആ അൺടെൻഡഡ് പ്ലാനറ്റ് സ്വന്തം ഫലം തരും. മനസ്സിലായോ? ഇനി സംശയം എന്തെങ്കിലും ഉണ്ടോ?